نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറ്റവും സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, സംഘാടകരെ, ഇസ്ലാമിക് പാരന്റിങ്ങുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഒരു സൈക്കോളജിന്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, എന്റെ കുട്ടി നന്നാവണില്ല, നന്നാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. ഞങ്ങൾ സംസാരിക്കാൻ ഒരിക്കലും പ്രസംഗിക്കൂല. ഹംദുസലാത്തും ആ രൂപത്തിലുള്ള ചെല്ലാൻ പറ്റുക, സംസാരിക്കണമാതിരി ചെല്ലാൻ പറ്റില്ലല്ലോ. അപ്പൊ നിങ്ങൾ എന്റെ കൂടെ നിൽക്കണം എന്ന് സൂചിപ്പിക്കണം. രണ്ടാമത്തത്, പ്രസംഗിക്കുന്ന ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രസംഗിക്കുന്ന ആൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല. വായിൽ വരുന്ന ഇങ്ങനെ പറഞ്ഞാൽ മതി. പക്ഷെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പറയുന്നത് അതനുസരിച്ച് ചിന്തിക്കണം. എന്നിട്ട് വീട്ടിലേക്ക് ആലോചിക്കണം, മക്കളെ ചിന്തിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഞാൻ പറയുന്ന പോയിന്റ് അവിടെ എങ്ങനെ നടപ്പിലാക്കാന്ന് ആലോചിക്കണം. നിങ്ങൾക്ക് നല്ല പണി വരും പാരന്റിങ്ങിന്റെ ക്ലാസ്സിൽ. വയലൊക്കെ നിങ്ങൾ കേട്ടുപോയാൽ മതി. എന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് ഏതെങ്കിലും പോയിന്റ് ഓർമ്മ നന്നായി ചെയ്താൽ മതി. ഈ പാരന്റിങ്ങിന്റെ ഓരോ സമയത്തും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളും നമുക്ക് വരും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ബാധ്യതയായി നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടും എന്ന് ഞാനും നിങ്ങളും ഓർക്കേണ്ടതുണ്ട്. ആ പറഞ്ഞു വന്നത് ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് നിന്നിട്ട് എന്റെ മകള് നന്നാവണില്ല, എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. നിങ്ങൾ നന്നായാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ എങ്ങനെയാ നന്നാവേണ്ടത് ചോദിച്ചു. നിങ്ങൾ നന്നാക്കൽ നിർത്തിയാൽ മതി എന്ന് പറഞ്ഞു. നിങ്ങൾ നന്നാക്കുമ്പോൾ മാത്രമുള്ള മോശ സ്വഭാവം. നമ്മൾ ആലോചിച്ച് നോക്കിയും, പിന്നെ വീട്ടിൽ വരുന്ന പച്ചക്കറി ഗൂഡ്സ് വരില്ലേ, അയാളോട് എങ്ങനെ നമ്മളെ പെരുമാറ്റം? മത്സ്യക്കാരനോട് എങ്ങനെ പെരുമാറ്റം? നമ്മൾ സ്ഥിരം പോണ ഫാൻസിത്തെ ആളോട് എങ്ങനെ പെരുമാറ്റം? നമ്മളെ മകനോട് എങ്ങനെ പെരുമാറ്റം? അതും 12 വയസ്സ് കഴിഞ്ഞ 13 വയസ്സ് കഴിഞ്ഞ മകനോട് എങ്ങനെ പെരുമാറ്റം? മകളോട് എങ്ങനെ പെരുമാറ്റം? ഈ പെരുമാറ്റമാണ് ശരിയാക്കേണ്ടത്. ഖിയാറുക്കും നിസായിക്കും എന്ന് പറയുമ്പോ സ്ത്രീകൾക്ക് ഭയങ്കര രോമാഞ്ചം ഉണ്ടാവും. ഞങ്ങൾ ശ്രദ്ധിക്കണം എന്നല്ല പറഞ്ഞത്. വീട്ടിലെല്ലാവരോട് നല്ല സ്വഭാവത്തിൽ പെരുമാറുമ്പോഴാണ് ഒരാളെ സ്വഭാവം നന്നാകുക. വീട്ടിൽ നമ്മൾ നല്ലതല്ലെങ്കിൽ എന്ത് ചെയ്യും? അതാണ് നമ്മളെ പരലോകത്തെ വിലയിരുത്തൽ. ഒരാൾ വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, സ്വഭാവം നന്നാകണം എന്നില്ല എനിക്ക് പറയണേ. ഒരു പെണ്ണ് രാത്രി നിസ്കരിക്കും, പകല് സുന്നത്ത് നോമ്പും നോൽക്കും, കയ്യിനത്ര സ്വതക്കയും കൊടുക്കും, പക്ഷെ നാവ് ശരിയല്ല. റസൂലേ, ആ സ്ത്രീനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചു? ലാ ഖൈറ ഫിഹാ ഹിയ ഫിന്നാർ. അവളിൽ ഒരു നന്മയില്ല, അവൾ നരകത്തിലേക്കാണ്. നാവ് ശരിയായ പാരന്റിങ് ശരിയാവും, നാവ് ശരിയായ ദാമ്പത്യം ശരിയാവും, നാവ് ശരിയായ അയൽവാസി ബന്ധം ശരിയാവും. നമ്മളെ മനസ്സൊരു പാത്രമാണ്. ഈ പാത്രത്തിൽ നിന്ന് പുറത്തേക്കുള്ള പൈപ്പാണ് എന്ത്? നാവ്, ടാപ്പ്. സിങ്കിന്റെ വെള്ളം ഇങ്ങനെ ഒഴുകണ പൈപ്പിന്റെ അവിടെ ഒരു ബക്കറ്റ് കൊണ്ടുവച്ചാൽ എന്താ വരിക? അതെടുത്ത് കുടിച്ചാലോ? എന്നാ പാലുള്ള ഒരു ടാപ്പ് വെച്ചാലോ ഏതാ വരിക? സിങ്കത്തെ വെള്ളത്തിന്റെ പോലെ മാലിന്യാണെങ്കിൽ നാവ് കൂടി എന്ത് വരും? മാലിന്യം വരും. ഉള്ളിൽ പാലാണിച്ചാ നാവ് കൂടി എന്ത് വരും? പാല് വരും. നമ്മൾ കുട്ടികളൊക്കെ സ്കൂൾക്ക് പോയതിനു ശേഷം കുട്ടികളോട് ചൂടാണതായി അഭിനയിക്കുക, എന്നിട്ട് വാട്സപ്പിൽ റെക്കോർഡ് ചെയ്യുക, എന്നിട്ട് നമ്മൾ കേൾക്കുക. അപ്പൊ മനസ്സിലാവും നമ്മളെ സംസ്കാരവും നമ്മളെ അവസ്ഥയൊക്കെ. അത് മാത്രം കേട്ടാൽ മതി. 4 ദിവസം അങ്ങനെ ചെയ്താൽ മതി. അല്ലെങ്കിൽ കുട്ടികളോട് ചൂടാണതിന്റെ മുന്നേ വലിയ കുട്ടിനെ ഏൽപ്പിക്കുക, ഉമ്മച്ചി ചൂടാകുമ്പോൾ ഒന്ന് റെക്കോർഡ് ചെയ്തുകൊണ്ട് ചെയ്യിപ്പിച്ചാൽ മതി.
അപ്പൊ നമ്മളെ സ്വഭാവവും സംസ്കാരമൊക്കെ മനസ്സിലാവും. അതിന് നമ്മൾ മാറാത്തിടത്തോളം കാലം നമ്മളെ പാരന്റിങ് എന്ത് ചെയ്യില്ല, ശരിയാവൂല. അപ്പൊ ആ കാര്യമാണ് ആദ്യം ശരിയാക്കുന്നത്. അപ്പൊ ഇവിടെ പ്രശ്നം എന്താ അറിയും, കുട്ടികളെ സമ്മാനിച്ചൊക്കെ കഴിഞ്ഞ് കുട്ടികൾ ഉഷാറായി, കുട്ടികൾ കുറെ കണ്ടന്റ് കിട്ടി. ഇനി അത് വീട്ടിലെത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു മൈക്രോസ്കോപ്പോ എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് ലെൻസോ എടുത്തിട്ട് ഞാൻ നോക്കും. കുറെ സമ്മറൈസ് കേട്ടതല്ലേ, നന്നായിക്കണോ നന്നായിക്കണോ. അപ്പൊ കുട്ടി വെറുതെ റീൽസ് ഇങ്ങനെ മറിച്ചു നോക്കുമ്പോഴേ എന്തിനേക്ക് ക്ലാസ്സിന് പോയി, എന്നെ ഫീസ് കൊടുത്തു, എന്നെ എത്ര ദിവസം വെയിലുണ്ടു. ഈ ഒരു പറച്ചിലോട് കൂടി കുട്ടി എന്ത് ചെയ്യും, സമ്മറൈസിന്റെ മുഴുവൻ പോയിന്റ് ഡിലീറ്റ് ചെയ്യും. പിന്നെ കുട്ടി എന്ത് ചെയ്യും, പഴയ രൂപത്തിലാവും. അപ്പൊ പറഞ്ഞ് മനസ്സിലായ നിങ്ങൾക്ക്? ഈ പോയിന്റ് മാത്രം മനസ്സിലായാൽ മതി, ഈ ക്ലാസ് മൊത്തം മനസ്സിലാവും. നിങ്ങൾ ചൊറിഞ്ഞിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, ഒരു കൗൺസിലർക്ക് ഒരു അഫയർ കേസ് വന്നു. അപ്പൊ അവരത് കൈകാര്യം ചെയ്തപ്പോ പെൺകുട്ടി പറഞ്ഞ്, എന്റെ അമ്മ ചൊറിയണില്ലെങ്കിൽ എനിക്ക് അഫയറിന്റെ ആവശ്യമല്ല, ഉമ്മാനെ ചൊറിച്ചിലോണ്ടാണ് ഞാൻ അഫയർ. ഞാൻ 3500 4000 കേസ് ചെയ്തു അഫയർ മാത്രം. ഞാൻ ആദ്യം കുട്ടികളോട് ചെമ്മ ചൊറിയലുണ്ടാവും, ചൊറിയല് പറഞ്ഞാൽ മനസ്സിലാവില്ലേ, പിന്നാലെ അവിടെ ഉപദേശിക്കുക, പറഞ്ഞീമല പറയാം, നമ്മൾ ആശങ്ക ഫുൾ എന്ത് ചെയ്യാം, അവർക്ക് ഇഞ്ചക്ട് ചെയ്യാം. ഈ സാധനം എല്ലാ കുട്ടികളാണ് അഫയറിൽ പോകുന്നത്. കാരണം അവർക്ക് തുറന്ന് സംസാരിക്കാൻ പറ്റൂല. അവർ പറയുമ്പോ തിരുത്ത അമ്മക്ക് ബേജാറേക്കാരും വെപ്രാളേക്കാരും. ഒരു അരമണിക്കൂർ ഒന്നും ഉണ്ടായിരുന്നു കേൾക്കാൻ പറ്റുമെങ്കിൽ, ഒന്നും സംസാരിക്കരുത്, മകളെ ഒരു അരമണിക്കൂർ ഇരുന്ന് കേൾക്കാൻ പറ്റും, ഭർത്താവിന്റെ അരമണിക്കൂർ ഇരുന്ന് കേൾക്കാൻ പറ്റും, ഭാര്യന്റെ അരമണിക്കൂർ ഇരുന്ന് കേൾക്കാൻ പറ്റും? ഇല്ല. മൂന്നാമത്തെ മിനിറ്റ് അല്ലെങ്കിൽ മൂന്നാമത്തെ സെക്കൻഡില് അതിന്റെ ബാക്കിയുള്ള മറുപടി ആര് പറയും? നമ്മൾ പറയും. അതന്നെ ആക്റ്റീവ് ലിസണിങ് ഇല്ല, കേൾക്കലില്ല, പറയല് മാത്രമേ ഉള്ളൂ. പീസ് റേഡിയോന്റെ മാതിരിയാണ്. അങ്ങനെ പറയുമ്പോ അവിടെ എന്താ സംഭവിച്ചൊന്നുമില്ല, നമുക്കറിയില്ല. ഇടയിൽ സൂചിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. എന്താണ്? ഹൃദയത്തിൽ മാറ്റം ഉണ്ടായാലും പതുക്കെ പതുക്കെ മാറും. ഒരു ഖുർആൻ ക്ലാസ് കേട്ടാൽ ചിലപ്പോൾ നമുക്ക് 4 ദിവസം കഴിയേണ്ടി വരും അതിന്റെ പോയിന്റ് നടപ്പിലാക്കണം. കുട്ടികൾക്ക് സമ്മറൈസ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാഴ്ച വേണ്ടി വരും അവന് പറഞ്ഞ കാര്യത്തിൽ എത്തണമെങ്കിൽ. ടെക്നായിട്ട് നടപ്പിലാവൂല. രണ്ടാമത്തെ എന്താ ചിന്തിക്കേണ്ട അറിയോ? 14 വയസ്സിൽ നിങ്ങളെ ദീൻ എന്ത് ചെയ്യുന്നു? 14 വയസ്സിൽ നിങ്ങളെ ദീന് ശരിക്കും ചിന്തിക്കും. 2 സെക്കൻഡ് സമയം തരാം. 14 വയസ്സിൽ നിങ്ങളെ ദീൻ എന്ത് ചെയ്യുന്നു? ഇപ്പൊ നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാകണമെന്ന് വിചാരിക്കുന്ന ദീൻ എന്താ? നമ്മൾ അതേ റേഞ്ചിൽ ആരാകണം? കുട്ടിയാകണം. അതിന് എത്ര വയസ്സാണെന്ന് അറിയോ? 36, 43, 29, 52 ആ വയസ്സ് വേണ്ടി വരും. അപ്പോഴാണ് കുട്ടി എന്ത് ചെയ്യുക, നമ്മളെ റേഞ്ചിക്ക് എത്തുക. അല്ലാതെ 14 വയസ്സുള്ള കുട്ടികൾക്ക് 40% ദീനുകൾ ഉണ്ടാകും. ആ 40% നമ്മൾ തൃപ്തിപ്പെട്ട ലൈൻ ശകർത്തും അസീദന്ന. കുട്ടിൻ്റെയൊക്കെ ചെറുതുണ്ട് വിചാരിക്കുമ്പോ അത് ഇങ്ങനെ വളർന്നു വരും. മനസ്സിലായോ? ഏതെങ്കിലും ഒരു ഭക്തി നിസ്കാരം അവൻ്റെ അടുത്ത് ഒഴിവായ ഓൻ നിസ്കരിക്കാത്ത കാഫറായി മുക്തി കുത്തപ്പെട്ടിട്ട് എന്ത് ചെയ്യും? ഓനൊരു ബാത്തിക്കാവും. അപ്പൊ പിന്നെ ഇനി എന്തിനാ നിസ്കരിക്കും? ഞാൻ കാഫറായില്ലെന്ന് വിചാരിച്ചാലോ? നിസ്കരിക്കാത്തവൻ കാഫറാണ്ടോ? നിസ്കരിക്കാത്തവൻ മുനാഫിക്കാണ്ടോ? ഇങ്ങനത്തെ വർത്താനൊക്കെയാണ് എന്ത് ചെയ്യാം നമ്മൾ വരിക. അതൊക്കെ ഒഴിവാക്കിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ പെരുമാറി ആ രൂപത്തിൽ എന്ത് ചെയ്യണം? പെരുമാറണം. ഒന്നെന്താ വെച്ചാല് സമ്മറൈസിന് വന്ന കുട്ടികളെ മാറ്റങ്ങൾ അവരെ ഹൃദയത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് ചിലപ്പോൾ ആക്ടിവേറ്റ് ആകെ ചിലപ്പോൾ 21 വയസ്സിലാണ്, അല്ലെങ്കിൽ 19 വയസ്സിലാണ്, 18 വയസ്സിലാണ്. അവർക്ക് ഇപ്പൊ കിട്ടണത് ഇത് മുഴുവൻ നടപ്പിലാക്കാനുള്ള സാഹചര്യവും മുഴുവൻ നടപ്പിലാക്കാനുള്ള ഹോർമോൺ ബാലൻസിങ്ങും അല്ല കുട്ടികൾക്ക് ഉള്ളത്. നമ്മൾ എന്ത് ചെയ്യുക? ചുരുക്കത്തിൽ മനസ്സിലാക്കുക. രണ്ടാമത്തെ, ഉടൻ ഫലം പ്രതീക്ഷിക്കാതിരിക്കുക. കുട്ടി നിസ്കരിക്കുന്നുണ്ടെങ്കിൽ വല്ലാതെ പുകഴ്ത്തും വേണ്ട, നിസ്കരിക്കുന്നുണ്ടെങ്കിൽ വല്ലാതെ ഇകഴ്ത്തും വേണ്ട. ഇസ്ലാം എന്ന് പറഞ്ഞാൽ വസത്തിയത്താണ്, മധ്യമ നിലപാട്. ഞാൻ സ്ത്രീകൾ വന്നാല് അവരോട് തിരിച്ചു പോകുമ്പോ കൗൺസിലിങ്ങിനൊക്കെ വന്നാൽ നമ്മൾ പറയും, നിങ്ങൾ ഇന്ന് കറിയിൽ ഒരു 5 സ്പൂൺ ഉപ്പ് ഇടോണ്ടെന്ന് അറിയും, എന്നിട്ട് ഭർത്താവിനൊന്ന് കൊടുത്തോക്കോളൂ. നമുക്ക് എല്ലാവർക്കും പാരന്റിങ്ങിന് ഉപ്പ് ഏറിയിക്കാം. നമ്മളെ പാരന്റിങ് ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ഭക്ഷിക്കാൻ പറ്റില്ല. കാരണം അതൊക്കെ ഭക്ഷിച്ച ആകെ ഓക്കാഴ്ച വരും. നമ്മളെ ഉപദേശം തന്നെ കുട്ടികൾക്ക് കേൾക്കുമ്പോൾ എന്ത് ചെയ്യും? തല പെരുത്താകെ മൈഗ്രെയിൻ ഉണ്ടായി ചെന്നിട്ട് ഒരൊറ്റ വാതിലടക്കലാണ് അല്ലേ? ഓരോ റൂമ് ഒറ്റ അടക്കല, എന്നിട്ട് അവിടെ കിടക്കും അല്ലേ? പിന്നെ നമ്മൾ എന്ത് ചെയ്യും? പിറക്ക് ചുറ്റും ഇങ്ങനെ ഓടും. കുട്ടി എന്തെങ്കിലും ചെയ്യോ എന്ന് ആലോചിച്ചു. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? കുറച്ച് ഉപ്പ് ഏറെയാണ്. ആ ഉപ്പ് കുറച്ചാൽ മതി. മനസ്സിലായോ? നമ്മളെ റേഞ്ചും കുട്ടിന്റെ വയസ്സിന്റെ റേഞ്ചും തമ്മിൽ വ്യത്യാസമുണ്ട്. അതേപോലെ അവരെ കേൾക്കാൻ തയ്യാറാക്കുക. കുട്ടികൾ പറയുമ്പോൾ എന്ത് ചെയ്യുക? അത് കേൾക്കാൻ തയ്യാറാക്കുക. അത് ഏറ്റവും പ്രധാനമാണ്.
ഒരു കുട്ടിയെ സ്കൂളിൽ നിന്ന് ആരോപിച്ചു, ആ കുട്ടി എന്തോ ചെയ്തു എന്നാണ്. ആ കുട്ടിനോട് ചോദിച്ചില്ല, ആ കുട്ടിനെ നല്ല അടി കൊടുത്തു രക്ഷിതാവ്. അത് കഴിഞ്ഞിട്ട് എന്റെ അടുത്ത് കൊടുന്നു, ഞാൻ സംസാരിച്ചപ്പോ പറഞ്ഞു ഞാനല്ല ചെയ്തത്, അതിന് തെളിവുണ്ട്, രക്ഷിതാക്കൾക്ക് വേണമെങ്കിൽ ഞാനല്ല ചെയ്തതെന്ന് തെളിയിച്ചു കൊടുക്കാം. അപ്പകിന് അടിയും കഴിഞ്ഞു, പരിക്കും പറ്റി, ആ കുട്ടിന്റെ മനസ്സിലും മുറിവായി. ആലോചിച്ച് നോക്കി, ഒരു പെട്ടെന്നുള്ളൊരു ആക്ഷൻ ആരോട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചെയ്യാത്ത ഒരു കാര്യം നമ്മൾ ആരോപിച്ച് അതിന്റെ മുഴുവൻ നടപടി കഴിഞ്ഞതിന് ശേഷം ആ നടപടി എടുത്ത ആളോട് നമുക്ക് ഇഷ്ടമാണോ ദേഷ്യമാണോ ഉണ്ടാകുക? ആലോചിച്ച് നോക്കി, ഇഷ്ടമാണോ ദേഷ്യമാണോ ഉണ്ടാകുക? അത് ശരിക്കും ശ്രദ്ധിക്കണം, സാവധാനത്തിൽ കാര്യം ചെയ്യണം. നമ്മളെന്താ പറയുക, നമുക്ക് ആശങ്ക കൂടുതലാണ്. നമ്മളെന്താ പറയുക, വിരുന്നേര് വരുമ്പോ നെയ്യപ്പം ചുട്ടാൽ ശരിയാവില്ല. നമ്മൾ ഒറ്റക്കാണെങ്കിലോ അടിപൊളി നെയ്യപ്പം ഉണ്ടാക്കാം. അതിങ്ങനെ ഇതായി വന്നിട്ട് ഇന്ന് ആരെങ്കിലും വിരുന്നേര് വന്നെങ്കിൽ എന്ന് ആലോചിക്കും, ഒറ്റക്ക് ഉണ്ടാക്കിയ നെയ്യപ്പം കൊടുക്കാൻ ഉണ്ടാവില്ലേ? ആണ് ആശങ്കന്റെ വ്യത്യാസം. നമ്മളെ വീട്ടിലത്തെ ആളെ കിണറ്റി ചാടിയാൽ രക്ഷിക്കാൻ പറ്റൂല, നമ്മളെ ബോധം പോയിട്ടുണ്ടാവും. ഇന്ന് അയൽപ്പക്കക്കാരൻ ചാടിയാലോ ഫയർഫോഴ്സിനെ വിളിക്കലും കയറുകൊണ്ടുള്ള കാര്യകാരം നമ്മളെ കാരണം എന്താ വെച്ചാൽ ആശങ്കല്ല. ആരാ രക്ഷപ്പെടേണ്ടത്? അയൽപ്പക്കക്കാരനാ അതോ അഞ്ചത്തിയെ രക്ഷപ്പെടേണ്ടത്? ആരാ രക്ഷപ്പെടേണ്ടത്? അഞ്ചത്തി എന്റെ ചാടി നമ്മൾ ബോധം കെട്ടിട്ടുണ്ട്, അവരാരാ രക്ഷിക്കുക? അയൽപ്പക്കത്തെ സ്ത്രീ ചാടിയാലോ ജീവിക്കാൻ ജീവിക്കട്ടെ, മരിക്കാൻ മരിക്കട്ടെ, എനിക്ക് പറ്റുന്നത് ചെയ്യാന്ന് എന്ത് ചെയ്യും? അപ്പൊ വിചാരിക്കും. അപ്പൊ നമ്മളെ ആശങ്കയാണ് നമ്മളെ പ്രവർത്തനങ്ങൾ നടക്കാത്തതിന്റെ മൂലകാരണം. ആ ആശങ്കയിൽ നിന്ന് നമ്മൾ എന്ന് മുക്തമാകുന്നോ അന്ന് മുതലാണ് പാരന്റിങ് എന്ത് ചെയ്യാ നല്ല രൂപത്തിൽ പോവുക. ടാങ്കിലുള്ളതോളൂ പൈപ്പിൽ വരിക, ടാങ്കിലുള്ളതോളൂ പൈപ്പിൽ വരിക, ടാങ്കിലില്ലെങ്കിൽ പൈപ്പിൽ വരില്ല. ഒരു ഗ്ലാസ് വെള്ളം എടുക്കണമെങ്കിൽ നമുക്കൊരു ജഗ് വെള്ളം വേണം, അതിനൊരു ഗ്ലാസ് വെള്ളം എടുക്കുക. ഒരു ജഗ് വെള്ളമാണെങ്കിൽ ഒരു ബക്കറ്റ് വെള്ളം വേണം, ഒരു ബക്കറ്റ് വെള്ളം വേണമെങ്കിൽ ഒരു കിണർ വെള്ളം വേണം, ഒരു ടാങ്ക് വെള്ളം വേണം, ഒരു ടാങ്ക് വെള്ളം വേണമെങ്കിൽ ഒരു കിണർ വെള്ളം വേണം. വേണ്ടേ? നമ്മളടുത്ത് എത്ര ദീനുണ്ടോ അതിന്റെ ഒരു 10% ആരത്തുണ്ടാവും? കുട്ടികളെടുത്തുണ്ടാവും. ഇപ്പൊ കുട്ടികളടുത്ത് 10% ദീനുണ്ടാകണമെങ്കിൽ നമ്മളടുത്ത് എത്ര വേണം? 100% ദീന് വേണം. എന്നാ അവർക്ക് 10-1 ദീനുണ്ടാവും. അപ്പൊ ആരെ കുഴപ്പം? മഗ്‌രിബിന്റെ സമയത്ത് നിസ്കരിച്ചിട്ട് ഈ കുട്ടികളെ ചീത്തറി. എന്നാ ഈ ഉമ്മച്ചി വേറെ സ്കെച്ച് എപ്പോഴാ 2:55 2:55 വേറെ അതെവിടുത്തെ തിരങ്ങാടി അങ്ങനെ സ്പെഷ്യൽ സമയം നിശ്ചയിച്ചിട്ടുള്ളൂ. അള്ളാഹുവിന്റെ റസൂല് നമ്മൾ ചെയ്യാത്തത് എന്ത് ചെയ്യാൻ പറ്റില്ല? ഉപദേശിച്ച കുട്ടികൾ കേൾക്കൂല. നമ്മൾ പറയുന്ന കുട്ടികൾ കേൾക്കണില്ലെങ്കിൽ നമ്മൾ അത് ചെയ്യണില്ല എന്ന് അതിന്റെ അർത്ഥം. ഒന്ന് വേറൊരു കാരണം കൂടി ഉണ്ട്, അതിന്റെ രണ്ടാമത് പറയും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാല് ദുനിയാവ് എന്താന്ന് മനസ്സിലാകണം, അപ്പോൾ നമുക്ക് ഒക്കെ ശരിയാണ്. ഞാൻ പറഞ്ഞുതരാം, ഒരു മലക്ക് വന്നിട്ട് നമ്മളമ്മന്റെ വയറ്റിക്ക് ഊതി, നമ്മളവിടെ ഭ്രൂണായിട്ടുണ്ടായപ്പോഴേ, അപ്പൊ ഒരു മലക്ക് അതിനായിട്ട് സ്പെഷ്യൽ വന്ന് ഊതിയതുകൊണ്ടാണ് നമ്മൾ ആത്മാവ് എവിടെ എത്തിയത്? നമ്മുടെ ശരീരത്തിലെത്തിയത്. ഇനി ഒരു മലക്ക് വന്നിട്ട് നമ്മൾ ആത്മാവിന് എന്ത് ചെയ്യും? കൊണ്ടുപോകും. ഇപ്പൊ 2 മലക്ക് വരുന്ന ഒരു ഷോർട്ട് ടൈം ജീവിതമാണ് അവിടെ ഉള്ളത്, ഇവിടെ ഉള്ളത്. രണ്ടാമത് ചില ആളുകൾ ജനിക്കുമ്പോ ബാങ്ക് കൊടുക്കും, മരിച്ചിട്ടാണ് അതിന്റെ നിസ്കാരം. മയ്യത്ത് നിസ്കാരത്തിന്റെ ബാങ്ക് എപ്പോ കൊടുക്കും? ജനിക്കുമ്പോ കൊടുക്കും. അപ്പൊ നമുക്കുള്ള ബാങ്ക് ഒക്കെ കൊടുത്തു പോകും, നമുക്കുള്ള നിസ്കാരം വരും. ട്രാവലർ മറിഞ്ഞാൽ മതി അല്ലെ? നിസ്കാരത്തിന് സമയം അധികം ഒന്നും വേണ്ടിയില്ല, പെട്ടെന്നുണ്ട് എല്ലാവരും. അപ്പൊ ഈ ഒരു കുറഞ്ഞ സമയം, ഇനിയോ 100 ടെൻഷൻ നമ്മൾ വീട്ടിൽ പോയി എഴുതി വെക്കാം. 98 എന്തിനെ കുറിച്ചേ കാരണം? ദീനിനെ കുറിച്ചാ ദുനിയാവിനെ കുറിച്ചാ? 98 ദുനിയാവിനെ കുറിച്ച്. ദുനിയാവ് എന്താ അറിയോ? മക്തൂബാണ്, എഴുതി വെക്കപ്പെട്ടത്. നമ്മൾ ഇന്നൊരു ഭക്ഷണം കഴിച്ചില്ലേ, അത് ഈ ലോകം ഉണ്ടാകണേന് 50,000 കൊല്ലം മുമ്പ് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആ ഭക്ഷണം കഴിക്കാണ് തന്നെ, നിങ്ങൾ ആ അരി ഉണ്ടാകുന്നതിന് മുന്നേ എഴുതി വെച്ചിട്ടുണ്ട് ആ ഭക്ഷണം കഴിക്കാൻ. ഒക്കെ എഴുതി വെച്ചത് മാത്രം നടക്കുക. പിന്നെ എന്താ പണി? തിരങ്ങാടി ബാക്കിലെ പുഴ ഉണ്ടല്ലോ, അതിലൂടെ തേങ്ങ വന്നാല് അങ്ങോട്ട് പോയി മുട്ടും, ഇങ്ങോട്ട് പോയി മുട്ടും, നടുകൂടി പോവും അല്ലെ? ഇതാണ് ജീവിതം. ആ തേങ്ങക്ക് അതിന് നിയന്ത്രണമൊന്നുമില്ല, ആ പുഴന്റെ ഒഴുക്കിനനുസരിച്ച് അങ്ങനെ പോകും. ഏതേലും പാലത്തിന്റെ അവിടുന്ന് ആരേലും വലട്ടാല് ആ തേങ്ങ എന്ത് ചെയ്യും? മേലേക്ക് കയറും. അതാണ് നമ്മളെ മരണം. അത്രേ ഉള്ളൂ. ഈ പോണീന്റെ ഇടക്ക് അതിന്റെ അടിയിൽ നമുക്ക് നല്ലത് കിട്ടിയ ശുക്ർ ചെയ്യാം, നമുക്ക് സഹിക്കാത്തത് വന്ന സ്വബർ ചെയ്യാം, അത് മാത്രമേ ഉള്ളൂ. 3 ചോദ്യം നമ്മളോട് ചോദിക്കാം. ഒന്ന്, അള്ളാഹനെ മാത്രം ആരാധിച്ചോ? അള്ളാഹനെ ആരാധിക്കാൻ വേണ്ടി നമ്മൾ പറയുന്നു.
രണ്ടാമത്തെ ചോദ്യം ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ, നന്ദി കാണിക്കണ്ടോ നന്ദി കേട് കാണിക്കണ്ടോ ചോദിക്കാം. മൂന്നാമത്തെ ചോദ്യം അയ്യുക്കും അഹ്സനു അമല, ബെസ്റ്റ് പെർഫോമർ ആരാ നോക്കാൻ വേണ്ടി. എല്ലാറ്റിലും ബെസ്റ്റ് പെർഫോമൻസ് വേണം. കുട്ടി ഗ്ലാസ് പൊട്ടിച്ചാൽ ബെസ്റ്റ് പെർഫോമൻസ് കാണിക്കാൻ പറ്റണം. കുട്ടി കാലുമ ചളിയാക്കിയിട്ട് സിറ്റ് ഔട്ടിൽ ചവിട്ടി ഉള്ളിലേക്ക് വന്ന് അടുക്കള വരെ നടന്നിട്ട് ബാക്കൊക്കെ തിരിഞ്ഞു നോക്കുമ്പോഴാണ് കാൽപ്പാട് ചളി ഇങ്ങനെ കാണുക. അപ്പൊ നമുക്ക് അയ്യുക്കും അഹ്സനു അമല, അയ്യക്കും അഹ്സന എങ്ങനെ ഉണ്ടാവും ആലോചിച്ച് നോക്കി. അപ്പൊ ബെസ്റ്റ് പെർഫോമർ ആകാൻ പറ്റണം. എല്ലാതും പരീക്ഷണം. അപ്പൊ ഈ ജീവിതത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ഈ ശരീരം വാടകക്കാണ്, തിരുവങ്ങാടി പ്രദേശം വാടകക്കാണ്, നമ്മളെ വീട് വാടകക്കാണ്. താൽക്കാലികമാണ്. ഈ വിഭവങ്ങൾ ചിന്തിക്കണം. രണ്ട് തരത്തിലുള്ള ലോകമുണ്ട്. ഒന്ന് മെറ്റീരിയൽ ബേസ്ഡ് വേൾഡ്, അഥവാ നമ്മളെ ശരീരം, പാത്രം, അടുക്കള, വീട്, വാഹനം, വസ്ത്രം, മക്കൾ, ഇതൊക്കെ മെറ്റീരിയൽസ് ആണ്. രണ്ട് സോൾ ബേസ്ഡ് വേൾഡ്, നമ്മളെ ആത്മാവ്. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ഇതിനെ നന്നാക്കണം. ആത്മാവിലേക്ക് നമ്മൾ നോക്കണേ ഇല്ല. ആത്മാവ് ശരീരത്തിന് ഇഷ്ടം പോലെ ഭക്ഷണമാണ്. ഇപ്പൊ മന്തി തിന്നു എഴുതിയിട്ട് അല്ലെങ്കിൽ ബിരിയാണി തിന്നു എഴുതിയിട്ട് വൈകുന്നേരത്തെ ഒഴിവാക്കുമോ? 4 മണിക്ക് ചക്ക തിന്നു വിചാരിക്കാം, വൈകുന്നേരം ഒരു കല്യാണം ഉണ്ട്, കല്യാണത്തിന് പോയാൽ എന്താ ചെയ്യാ? ഇതിനൊന്നും വേണ്ട, 4 മണിക്ക് ഞാൻ ചക്ക നിൽക്കുന്നതാണ് പോരും ഉണ്ടോ? ഇല്ലല്ലോ. ശരീരത്തിന് കൊടുക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 ദിവസത്തിൽ ഒരിക്കൽ ഉണക്ക റൊട്ടി തിന്നിരുന്നത്, വേവിച്ച ഭക്ഷണം 3 ദിവസത്തിൽ ഒരിക്കൽ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. നമ്മൾ ദിവസം എത്ര പ്രാവശ്യം ഭക്ഷണം കഴിക്കാം? എത്ര നേരം ഭക്ഷണം കഴിക്കുക? രാവിലെ നീച്ചേക്ക് റസ്കും ചായ, പിന്നെ 9 മണിക്ക്, പിന്നെ 11 മണിക്ക് വിശക്കുണ്ടെങ്കിൽ ഉച്ചക്ക്, അസറിന്, ഇശാക്ക്. എത്ര നേരം? 6 നേരം. നമ്മൾ നവംബർ വന്നത് എന്താ? 3 നേരം. 1992 പഠിച്ച ഉത്തരം 3 നേരം ഭക്ഷണം. ഇപ്പോഴും അതാ പറയുന്നത്. പക്ഷെ തിന്നണോ 6 നേരം. നമ്മളെ മനസ്സിനുള്ള ഭക്ഷണം ഉണ്ട്. ഇങ്ങനെ ശരിക്കും ശ്രദ്ധിക്കാം. മനസ്സിനുള്ള ഭക്ഷണം കൊടുക്കണം. മനസ്സിനുള്ള ഭക്ഷണം എന്താ അറിയുമോ? ദിക്റുല്ലാഹ്, ഖിറാഅത്തുൽ ഖുർആൻ, ഇസ്തിഗ്ഫാർ, സ്വലാത്ത്, ഹുസ്നുൽ ഖുൽഖ്. ഈ 5 ഭക്ഷണം നിരന്തരമായി മനസ്സിന് കൊടുത്ത മനസ്സിന് ആരോഗ്യം ഉണ്ടാവും. മനസ്സിന് ആരോഗ്യം ഉണ്ടെങ്കിൽ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ദുഃഖം ഉണ്ടാവില്ല, ഭയം ഉണ്ടാവില്ല. കഴിഞ്ഞ കാലത്തെ കുറിച്ച് ദുഃഖിക്കും, വരാനിരിക്കുന്ന കാലത്തെ കുറിച്ച് ഭയപ്പെടും. ഇത് രണ്ടും ഇല്ലാത്ത അവസ്ഥക്കാണ് എന്ത് പറയാം? ഹുദ. ആ ഹുദ, നേർമാർഗം വർദ്ധിക്കണമെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ ഇങ്ങനെ വർദ്ധിക്കണം. ഞാൻ സ്ത്രീകൾക്ക് ക്ലാസ് എടുക്കുമ്പോ സാധാരണ പറയലുണ്ട്, ആരേലും കണ്ട പല്ലിന്റെ വാല് മുറിഞ്ഞ മാതിരിയേക്കാണ്, നാവടങ്ങൂല, അത് ഇങ്ങനെ ചാടും. ഇന്ന് ആരും ഇല്ലെങ്കിലോ മാങ്ങ ഉപ്പിലിട്ടച്ച മാതിരിയേക്കാണ്, സ്പൂൺ കൊണ്ട് ഇളക്കിയാലോ എന്ത് ചെയ്യാ? ആണെങ്കിൽ ആരും ഇല്ലാത്ത സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദിക്റുല്ലാഹ് കുല്ല അഹ്യാനിഹി, എല്ലാ ശ്വാസത്തിനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദിക്ർ ചൊല്ലിയിരുന്നു. ഒന്ന് ആലോചിച്ചാൽ സിങ്കിന്റെ അവിടെ എത്ര പാത്രം, ഓരോ പാത്രം മോറുമ്പോഴും അൽഹംദുലില്ലാഹ് പറഞ്ഞിരിക്കണമെങ്കിൽ നിങ്ങൾ ഈ ആയുസ്സിൽ എത്ര പാത്രം മോറിയിട്ടുണ്ടാവും? അപ്പൊ എത്ര അൽഹംദുലില്ലാഹ് കിട്ടിയിട്ടുണ്ടാവും? ഓരോ അടിച്ചു വരുന്ന ചൂലിങ്ങനെ ചലിപ്പിക്കുമ്പോ ഓരോന്നിന് അൽഹംദുലില്ലാഹ് പറഞ്ഞിരിക്കണമെങ്കിൽ ഇപ്പൊ എത്ര അൽഹംദുലില്ലാഹ് കഴിഞ്ഞിട്ടുണ്ടാവും? നിങ്ങൾ അത് പറയുന്നതിനനുസരിച്ച് ശരീരത്തിനും മനസ്സിലും ആരോഗ്യം കൂടിക്കൊണ്ടേയിരിക്കും. നമ്മൾ ക്ഷീണുണ്ടോ? ശൈത്താൻ നമ്മളെപ്പുണ്ട്. ശൈത്താൻ പോണോ? ദിക്ർ ചൊല്ലിയാൽ മതി. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അത് വേണ്ടത്. ഹൃദയത്തിന് ശാന്തത അല്ലാത്ത ഹൃദയത്തിന് ദുസ്വഭാവം വരും, ശാന്തതയുള്ള ഹൃദയത്തിന് സൽസ്വഭാവം വരും. പാരന്റിങ്ങിന്റെ അടിസ്ഥാനമാണ് സൽസ്വഭാവം എന്നത്. ഈ സൽസ്വഭാവം നമ്മക്കില്ലെങ്കിൽ കുട്ടികൾക്ക് എന്ത് ചെയ്യും? നമ്മളെന്താ കുട്ടികളോട് ഇങ്ങനെ പെരുമാറുന്ന അറിയോ? ഞാൻ പറഞ്ഞുതരാം. നമ്മളമ്മ 10 വയസ്സ് വരെ നമ്മളോട് ഇങ്ങനെ പെരുമാറിയതുകൊണ്ട് അത് കണ്ടു പഠിച്ചിക്കണം. അന്നേ പഠിച്ചതൊന്നും ഓർമ്മല്ല, പക്ഷെ അന്ന് പഠിച്ചിക്കണം. അതപ്പൊ പെരുമാറും. നമ്മളിങ്ങനെ പെരുമാറിയാൽ നമ്മളെ കുട്ടികളോട് കുട്ടികളെങ്ങനെ പെരുമാറുക? നമ്മൾ പെരുമാറിയ മാതിരി പിന്നെ ആ കുട്ടികളോട് പേരക്കുട്ടികളെങ്ങനെ പെരുമാറുക? ഇതെങ്ങനെ ചെയിനായിട്ട് പോവാണേ. അത് മുറിക്കേണ്ട ആൾക്കാരാണ് ആര്? നമ്മള്. ഇമ്മ പെരുമാറിയ മാതിരി ഒരിക്കലും എന്നോട് ഇമ്മ പെരുമാറിയ മാതിരി ഞാൻ എന്റെ കുട്ടികളോട് പെരുമാറൂല എന്ന് ആര് തീരുമാനിച്ചാൽ മതി? ഇവിടെ ഇരിക്കുന്നവരൊക്കെ തീരുമാനിച്ചാൽ മതി. മുറിഞ്ഞു കഴിഞ്ഞാല് നമ്മളെ മകൾ നമ്മളെ പേരക്കുട്ടിനോട് നല്ല നിലക്ക് പെരുമാറും, പേരക്കുട്ടിന്റെ മകളോട് നല്ല നിലക്ക് പെരുമാറും. അന്ന് ചിലപ്പോ നമ്മൾ ഉണ്ടാകുന്നതല്ല, എന്നാലും ഖബർ കടന്നാല് നമ്മൾ ഈ സൽസ്വഭാവം പെരുമാറിന് എന്ത് ചെയ്യും? പ്രതിഫലം കിട്ടും. നിങ്ങളെ 26-ാമത്തെ വയസ്സിൽ നിങ്ങളെ കുട്ടിക്ക് എന്തേക്കാരും ജോലി, അല്ലെങ്കിൽ 32-ാമത്തെ വയസ്സിൽ എന്തേക്കാരും ജോലി?
നിങ്ങൾക്ക് കെട്ടിച്ച് പിന്നെ ഈ വീട്ടിൽ കയറും നിങ്ങൾ അന്ന് വിചാരിച്ചില്ല. എനിക്ക് സ്കൂൾ പഠിക്കുമ്പോ ഉണ്ടായിരുന്നു. എന്നിട്ടോ എന്തായി? നിങ്ങൾ വിചാരിച്ചത് അള്ള ഉദ്ദേശിച്ച സംഭവിച്ചത് ഏതാ സംഭവിച്ചത്? അള്ള ഉദ്ദേശിച്ചാല് നമ്മളെ കുട്ടിന്റെ കാര്യത്തിൽ അള്ള ഉദ്ദേശിച്ച് സംഭവിക്കും. ചില ആളുകൾ ചില കുട്ടി രക്ഷിതാക്കൾ വന്നിട്ട് പറയും കുട്ടിക്ക് പഠിച്ചതൊന്നും നിൽക്കണില്ല, ആകെ പ്രശ്നമാണ്, ഓള് പഠിച്ചിട്ടില്ല. ഞാൻ ചോദിക്കും, നിങ്ങൾ 4ാം ക്ലാസ്സിലെ അറബി പഠിച്ചില്ലേ? 4ാമത്തെ അറബി പദ്യം ചെല്ലിക്കാണെന്ന് അറിയോ? 4ാമത്തെ അറബി പദ്യം. കെമിസ്ട്രിയിൽ 3ാമത്തെ പാടേന് 8ാം ക്ലാസ്സിന് ഏതേനു? നിങ്ങൾ പറഞ്ഞാണ് അറിയോ? പിന്നെന്താ അത്? ആ പരീക്ഷ കുട്ടികൾ ടൈം ടേബിൾ അനുസരിച്ച് വായിക്കണ്ടോ നോക്കാം. അതാണ് ഉമ്മാരാകെ പണി. അത്രേ ഉള്ളൂ. ആ ടൈം ടേബിൾ അനുസരിച്ച് വായിക്കണമെങ്കിൽ കുട്ടികളെ സോപ്പിടുക, അല്ല വടിയെടുത്തിട്ടൊന്നും കാര്യമല്ല. ഉണ്ടോ? വടിയെടുത്തിട്ട് കാര്യമുണ്ടെന്ന് അഭിപ്രായമുള്ളവരുണ്ടോ? ഉണ്ടോ? നിങ്ങൾ വടിയെടുത്തിട്ട് എന്ത് സംഭവിച്ചു? ഓളാണ് കളിച്ചു, ഓളാൻ ചൂടായി, എന്നുവെച്ച് പഠിച്ചെന്നാണ് വടി അവിടെ ഇട്ടിങ്ങാണ്ട് നമ്മളാണ് പോയി. നമ്മളെ വടിയെടുത്തു, ഓളം ചെയ്തു, വീണ്ടും ഫോൺ എടുത്ത് റീൽസ് കാണുന്നുണ്ടാവും നമ്മൾ വരുമ്പോൾ. അത് സംഭവിക്കണതേ. ഇത് ദിവസം ഇതിങ്ങനെ നടന്ന കുട്ടി എപ്പോഴാണ് ടൈം ടേബിൾ എടുത്ത് വായിക്കുക? 1 മാസം ടൈം ടേബിൾ എടുത്ത് വായിച്ചാൽ 1000 റുപ്യ കണക്കെന്ന് പറയാം. ജൂണില് 1000 റുപ്യ ചെലവാക്കിയിട്ട് 1 മാസം കുട്ടി ഒരു കാര്യം ചെയ്താൽ പിന്നെ ആ സമയമാകുമ്പോഴേക്കും കുട്ടിക്ക് എന്ത് ചെയ്യും? ടൈം ടേബിൾ എടുത്ത് വായിക്കാനുള്ള ഹോർമോൺ വരും. പിന്നെ അടുത്ത മാസം പൈസ കൊടുക്കൊന്നും വേണ്ട, അടുത്ത മാസം വായിച്ചിട്ടില്ലെങ്കിലേക്കാണ് അവർക്ക് പ്രശ്നം. മനസ്സിലായി? 1 മാസം ചെയ്ത കാര്യം ഒരിക്കലും എന്ത് ചെയ്യില്ല, ആ കാര്യം പിന്നെ വിട്ടുപോകില്ല. ഓരോ ശീലങ്ങളും നടപ്പിലാക്കാൻ അതിനനുസരിച്ചുള്ള റിവാർഡും അതിനനുസരിച്ചുള്ള കെട്ടിപ്പിടുത്താണ് എന്ത് ചെയ്യേണ്ടത്? വേണ്ടത്. നല്ല രക്ഷിതാവാകാൻ ആദ്യം എന്താ വേണ്ടത് അറിയോ? മക്കൾക്ക് പരലോകത്ത് രക്ഷ കിട്ടണം എന്ന് ആലോചിക്കണം. അത് ഏറാൻ പറ്റൂല. പിന്നെ ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരാ? നദീർ എന്നാ പറഞ്ഞത്. നദീർ എന്ന് പറഞ്ഞാൽ താക്കീതുകാരൻ. താക്കീതുകാരൻ എന്താ ചെയ്യാ അറിയോ? വേണമെങ്കിൽ ചെയ്യോ, ചെയ്താ ഗുണം, ചെയ്തിട്ടില്ലെങ്കിൽ ദോഷം. ഖുർആനും നദീറാണ്. ചെയ്താ സ്വർഗം കിട്ടും, ചെയ്തിട്ടില്ലെങ്കിൽ നരകം കിട്ടും. ഇങ്ങനെ ഉപദേശിക്കാൻ പറ്റണം. ചെയ്യണേ എന്നല്ല അപേക്ഷിച്ചാലേ ചെയ്യൂല എന്ന് പറഞ്ഞിട്ട് മേലെ നിൽക്കും. നമ്മൾ താഴെ ഓലും മേലെ നിൽക്കാൻ നല്ല സുഖക്കാരൻ കിട്ടും. നമ്മൾ ചെയ്യണേന്ന് അപേക്ഷിക്കല്ല, വേണമെങ്കിൽ ചെയ്യും. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇത് ചെയ്ത ആൾക്ക് നല്ല ബെനഫിറ്റ് ഉണ്ടാവും. ഇത് നമ്മൾ അവിടുന്ന് പോന്നാൽ പിന്നെ ആ കുട്ടി എന്ത് ചെയ്യും? ആലോചിച്ച് ചെയ്തോളൂ. നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടോ നിങ്ങളെ കുട്ടിക്ക് ഇങ്ങനെ തംസപ്പ് കൊടുക്കലുണ്ടോ? ഉണ്ടോ? നമ്മൾ ഒറ്റ ബോഡി ലാംഗ്വേജ് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്ന അറിയോ? എത്രേ കുട്ടിക്ക് സന്തോഷം ഉണ്ടാകും. നമ്മൾ നിസ്കരിക്കുമ്പോ തിരിഞ്ഞു നോക്കൂല, നിസ്കരിച്ചിട്ടില്ലെങ്കിലോ പിന്നാലെ നടക്കും. ഇപ്പൊ ഒരു കുട്ടിനെ എന്റെ അടുത്ത് കൗൺസിലിങ്ങിന് കൊടുക്കും. എന്താ പണി, പിന്നെ എന്താ അവന് ചെയ്യണമെന്ന് വെച്ചാല് നേരെ അവിടെ കയറും, പിന്നെ കടക്കി കയറും, എന്നിട്ട് ചുമരക്ക് മൂത്ര വയ്ക്കും. 6 വയസ്സായ കുട്ടി, ദിവസം പണി. എന്നിട്ട് എന്നും ഉമ്മ ചീത്തറി അടിക്കും. അപ്പൊ എന്റെ അടുത്ത് കൊടുത്തപ്പോ ഞാനിങ്ങനെ അടുത്ത് ഇരുത്തിയിട്ട് ഇങ്ങനെ സംസാരിക്കും. കുറെ സംസാരിച്ചിട്ട് ഞാൻ അവസാനത്ത് ചോദിച്ചു, ഉമ്മച്ചിക്ക് അഞ്ചത്തിനെ മാത്രമുള്ള ഇഷ്ടം, ഓളെ പിടിക്കും, ഓൾക്ക് ഉമ്മ കൊടുക്കും, ഓളോട് സംസാരിക്കും, ഇന്ന തൊടലില്ല. അപ്പൊ ഞാനൊരു ഐഡിയ ഉണ്ടാക്കി. ഞാൻ അങ്ങനെ ഒരു ദിവസം മൂത്രയിച്ചു നോക്കി. ആ ഉമ്മ എന്നെ പിടിച്ചു, എന്നെ ചീത്തറിയാച്ചാലും ഉമ്മ എന്നോട് സംസാരിക്കാണല്ലോ, അടിക്കാച്ചാലും ഉമ്മ എന്നെ തൊടുകയാണല്ലോ. അതാ കുട്ടിന്റെ വളവ്. മനസ്സിലായി? ആ കുട്ടിക്ക് എത്ര സങ്കടം ഉണ്ടായിട്ടുണ്ടോ, വിഷമം ഉണ്ടായിട്ടുണ്ടോ ഒന്ന് ആലോചിച്ചോക്കാൻ. ചിരിക്കാനുള്ള കഥയൊന്നല്ല. നമ്മള് അവരെ പരിഗണിക്കേണ്ട രൂപത്തിൽ പരിഗണിച്ചാൽ എന്ത് ചെയ്യും? 85% കുട്ടി പടക്കാണ് വിചാരിക്കുക, 15% കുട്ടി നല്ലതാണ് വിചാരിക്കുക. നമ്മൾ 15 നല്ല ചെടികളുണ്ട്, 85 മോശം ചെടികളുണ്ട്. അതിനാ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്? 15 നല്ല ചെടിക്കാണോ 85 മോശം ചെടിക്കാണോ? അതിനാ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്? 15 നല്ല ചെടിക്കാൻ. ഈ കുട്ടികളെ ഗുണം ഇങ്ങനെ പറയാം. ഒരു അമ്മായിമ്മ ഉണ്ടായിരുന്നു, മരോള് കുറച്ച് മോശമായിരുന്നു. അപ്പൊ അമ്മായിമ്മ എല്ലാരെയും വിളിച്ചു പറയാം, എന്താ അറിയോ, എന്റെ മരോള് നല്ല മരോളാണ്, എന്നെ നല്ലോ നോക്കുന്നുണ്ട്. അപ്പൊ 10-15 ആൾക്കാരോട് ദിവസം വിളിച്ചാൽ എന്റെ മരോള് നല്ല മരോളാണ്. അങ്ങനെ മരോള് നന്നായി. അല്ല എന്താ ചെയ്യാ? നല്ല മരോള് നല്ല പിന്നെ മോശമാൻ പറ്റുമോ? ഇത് അഞ്ചത്തിക്ക് കൊടുക്ക. ആ ഫോൺ ബില്ലിന്റെ കാര്യം പറഞ്ഞതാണ്. ഒരു സ്ത്രീ വന്നേ, പണിയെടുക്കാൻ പറ്റണില്ല, വീട്ടിൽ പണി ടൈം മാനേജ്മെന്റ് ക്ലിയർ ആണില്ല. അപ്പൊ ഞാൻ സംസാരിച്ച് വന്ന അവസാനം എന്ത് സംഭവിച്ചറിയോ? അഞ്ചത്തി ഫോൺ വിളിക്കുകയാണേ, മുറ്റത്ത് മാത്രമുള്ള റേഞ്ച്, മുറ്റത്ത് മാത്രം. അപ്പൊ അഞ്ചത്തിന്റെ പണി അയ്യോളം ഇവള് ഫോൺ വെച്ചിട്ട് എന്ത് ചെയ്യാം? സംസാരിക്കുക. ഏട്ടത്തി മുറ്റത്ത് നടുക്കുന്നിട്ട് എന്ത് ചെയ്യാം? മുറ്റത്ത് ഇങ്ങനെ നിന്നിട്ട് സംസാരിക്കുക. അപ്പൊ ഏട്ടത്തിക്ക് ഫോൺ കഴിഞ്ഞിട്ടാണ് പണിയെടുക്കാൻ. ടൈം മാനേജ്മെന്റ് ക്ലിയർ ആണില്ല.
13 മിനിറ്റിലധികം ഫോൺ വിളിച്ചാൽ അവിടെ പരദൂഷണോ ഏഷണിയും വരും. കുട്ടികളെ കുറ്റം പറയേണ്ടി വരും, ഭർത്താവിന്റെ കുറ്റം പറയേണ്ട, പിന്നെ അമ്മാന്റെ കുറ്റം പറയേണ്ടി വരും. 13 മിനിറ്റിലധികം വിളിക്കുക. അങ്ങനെ വിളിക്കണ്ടെങ്കിൽ നിർത്തിക്കാളി. അതുകൊണ്ട് നമുക്ക് പരലോകത്ത് നഷ്ടമല്ലാതെ ലാഭമൊന്നും ഉണ്ടാവില്ല. എന്നിട്ട് ആയിക്കൂടി പറയുന്നത് കുട്ടിനെ കേൾപ്പിച്ചിട്ട് പറയും, ഞാൻ ആകെ ഒരു ആൺകുട്ടിയുള്ളൂ, ഓനെ കൊണ്ടാ കുടുങ്ങിയത്, ഓനെ കൊണ്ടാ കുടുങ്ങിയത്, ഓനെ കൊണ്ടാ കുടുങ്ങിയത് എല്ലാരോടും പറയും. അവസാനം നന്നാ തീരുമാനിച്ച ഓനെ ആലോചിക്കേണ്ട അറിയാം. അമ്മായിനോട് വിളിച്ചു പറഞ്ഞിരിക്കണേ, നീ ഞാൻ നന്നായി അമ്മായി അറിയില്ല. എളാമാനോട് വിളിച്ചു പറഞ്ഞിരിക്കണം, ഞാൻ നന്നായിട്ട് എളാമ അറിയില്ല. മനസ്സിലായോ? അപ്പുറത്തെ താത്താനോട് എപ്പോഴും പറയുന്നുണ്ട്, നീ ഞാനിവിടെ നന്നായിട്ട് എന്താ കാര്യം, എല്ലാവരും എന്നെ മോശമായിട്ട് വിചാരിക്കുന്നത്. ഞാൻ ഇവിടെ നന്നായത് ഉമ്മ പറയോ? ഒരിക്കലും ഖിയാമത്ത് വരെ നന്നായത് പറയും. മോശം തുള്ളി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? എല്ലാരോടും പറയും. അപ്പൊ എല്ലാരോടും പറയണ മാതിരി ജീവിക്കാൻ ചെയ്യും കുട്ടി വിചാരിക്കും. അപ്പൊ പിന്നെ കുട്ടിക്ക് നന്നാണ്ട ആവശ്യമില്ല. നല്ല കുട്ടിയാണ്, നല്ലത് കുട്ടിയാണ്. നല്ലത് ചെയ്യാനാ ചീത്ത ചെയ്യാനാ എളുപ്പം? ഏതാ എളുപ്പം? ആരേലും ഒരാൾ മറുപടി അറിയാം, ഒറ്റ നല്ലത് ചെയ്യാനാ ചീത്ത ചെയ്യാനാ എളുപ്പം? മാഷാ അല്ലാഹ്, അങ്ങനത്തെ ഉത്തരം എവിടുന്നും കിട്ടിയിട്ടില്ല. നല്ലത് ചെയ്യാൻ എളുപ്പം, ചീത്ത ചെയ്യാൻ പ്രയാസം. ഒരു കുട്ടി ഇങ്ങനെ ഉള്ള ഒരു പാരപ്പറ്റുമ്പോ കൂടി ഇങ്ങനെ നടക്കുന്നുണ്ട്. ആ കുട്ടി നല്ല കുട്ടിയാ ചീത്ത കുട്ടിയാ? ചീത്ത കുട്ടി, വീഴാൻ സാധ്യതയല്ലേ, പരിക്ക് പറ്റിയത്. എന്നാ ഒരു കുട്ടി താഴത്തേക്കുന്നുണ്ട്, ആ കുട്ടി ആ സമയത്ത് ആ താഴത്തേക്കുന്ന കുട്ടി നല്ല കുട്ടിയാ ചീത്ത കുട്ടിയാ? നല്ല കുട്ടിയല്ലേ? അപ്പൊ താഴത്തേക്കാണ് ഏതാ എളുപ്പം? പാരപ്പറ്റുമ്പോ കൂടി ഇങ്ങനെ നടക്കാനാണോ താഴത്തേക്കാണോ എളുപ്പം? ഏതാ എളുപ്പം? കഞ്ചാവ് വെക്കാനോ സോപ്പ് വെക്കാനോ എളുപ്പം? നിസ്കരിക്കാതിരിക്കാനോ എളുപ്പം? നിസ്കരിക്കാതിരിക്കണമെങ്കിൽ 2.5 മണിക്കൂർ മസിൽ കുടിച്ചിക്കണം. നാളെ നിസ്കരിക്കാതിരിക്കാൻ പറ്റുക? നിസ്കരിക്കണമല്ലോ 7 മിനിറ്റ് മതി. ഒന്നുണ്ടാക്കലോ ഒക്കെപ്പാടെ 7 മിനിറ്റ്. നമ്മളെന്താ വെച്ചാൽ വേഗം ഈ കുളിക്കാൻ മടിയില്ലന്മാരുണ്ട്, ഓലെന്ത് ചെയ്യും? കുട്ടികളോട് കുളിക്കാൻ പറയുമ്പോഴേ ഇതെന്തോ വലിയ ഭാരന്റെ പണിയാന്ന് കുട്ടിക്ക് മനസ്സിലാവും. കാരണം മകന്റെ മടിയാണ്. ആ മടി കൂടി കൂട്ടിട്ട് ആരോട് പറയാ? കുട്ടികളോട് പറയാ. മടി കൂടി കൂട്ടിട്ടേ അപ്പൊ എന്ത് ചെയ്യും? കുട്ടി വിചാരിക്കുന്നത് വലിയ പണിയായി വിചാരിച്ചിട്ട് കുടിക്കൂല. കുടിക്കൽ സിമ്പിൾ അല്ലേ? ടോയ്ലറ്റ് പിക്കിംഗ് എന്നാണ്. രാവിലെ കുട്ടികൾ നീച്ചാല് പതുക്കെ തോള് പിടിച്ചിട്ട് ബാത്റൂം കൊണ്ടാക്കി ഇതെന്ത് ചെയ്യാ? ഇനി ഉള്ളിൽ നിന്ന് അടച്ചാളാട്ടോ, കഴിഞ്ഞിട്ട് പോന്നതാട്ടോ എന്നാണ് കഴിഞ്ഞു. മറ്റേത് എന്താ വെച്ചാൽ 9 വട്ടം വിളിക്കും. 8 വട്ടം വിളിക്കുമ്പോ നമ്മളെ ടോണൊന്നും മാറില്ല. 9ാമത്തെ വട്ടം വിളിക്കുമ്പോ ഇനി വിളിച്ചിട്ടില്ലെങ്കിൽ വന്നിട്ടില്ലെങ്കിൽ ഉമ്മ വടിയോണ്ട് വരും എന്ന് അറിയുമ്പോ 9 എന്ന് പറഞ്ഞിട്ട് കുട്ടി വേഗം ചെയ്യും ബാത്റൂം ഒറ്റ വട്ട. ഈ 9 വട്ടം പിടിക്കണമെങ്കിൽ 45 മിനിറ്റ് വേണം. എന്നാ ഈ കുട്ടിനെ എങ്ങനെ കൊണ്ടുപോയിട്ട് ബാത്റൂമിൽ ആക്കണമെങ്കിൽ എത്ര സമയം വേണം? പ്രായോഗികമായി നമ്മൾ ചിന്തിക്കൂല. നമ്മൾ പറഞ്ഞത് എങ്ങനെ കേൾക്കും? 3 നേരം തിന്നാൻ തരുന്നില്ലേ, ഞാൻ പറഞ്ഞത് കേട്ടാ മതി എന്നാണ് മനസ്സിൽ വെക്കുന്നത്. പറയുന്നില്ല, അതാ പറയാം. ഇതൊക്കെ വെച്ചുണ്ടാക്കി തരുന്നില്ലേ, പിന്നെന്താ ഞാൻ പറഞ്ഞത് കേട്ടാ? അങ്ങനെ പറഞ്ഞ ആരും കേൾക്കില്ല. അനുസരണക്കേട് ആരോ കുഴപ്പം? എന്നോട് ഒരാളൊരു കാര്യം പറഞ്ഞു, അതേ കാര്യം വേറെ ആളും പറഞ്ഞു. ഞാൻ ഒരാൾ പറഞ്ഞപ്പോ ശരിക്കും അനുസരിച്ചു, മറ്റേ പറഞ്ഞപ്പോ അനുസരിച്ചില്ല. കാരണം എന്താ? ഒരാളെ ശൈലി എനിക്ക് പറ്റി, മറ്റേ ശൈലി എനിക്ക് പറ്റിയില്ല. ഇപ്പച്ചി പറഞ്ഞാൽ കുട്ടികൾ കേൾക്കും, ഉമ്മച്ചി പറഞ്ഞാൽ കേൾക്കൂല. കാരണം എന്താ? ശൈലി മോശാണേ. പറഞ്ഞാൽ കേൾക്കാത്തതിന്റെ മുഴുവൻ കാരണം ശൈലി ദോഷങ്ങളാണ്. പറയുന്നത് ശരിയല്ല. പറയുന്നത് ശരിയായാൽ കേൾക്കും. കുട്ടികളോട് പറയേണ്ട മാതിരി പറയണം. ഒരു കസേര ഇപ്പൊ ഈ നടുക്ക് ഇങ്ങനെ പിടിച്ചാലേ അങ്ങനെ പൊങ്ങൂല. എന്നാ സൈഡത്തെ കാലുമ പിടിച്ചാലോ, ഞാൻ ചെരിച്ചു പിടിച്ചാലോ പെട്ടെന്ന് പൊങ്ങൂലേ? രണ്ട് വ്യത്യാസമല്ലേ? പിടിക്കണം. വലിയ കുട്ടിനെ പിടിക്കണ മാതിരിയല്ല രണ്ടാമത്തെ കുട്ടിനെ പിടിക്കേണ്ടത്. ഞാൻ പറഞ്ഞുതരാം. 1ാമത്തെ കുട്ടി ചൂടാണ് വിചാരിച്ചോളി, 2ാമത്തെ കുട്ടി തണുപ്പേക്കാരം, 3ാമത്തെ കുട്ടി ചൂടേക്കാരം. നിങ്ങൾ വിചാരിക്കും, നിങ്ങൾ വീട്ടിലത്തെ കുട്ടികളെ വിചാരിക്കും 1ാമത്തെ കുട്ടി ചൂടാണെങ്കിൽ 2ാമത്തെ കുട്ടി തണുപ്പ്, 3ാമത്തെ കുട്ടി ചൂട്, 4ാമത്തെ കുട്ടി തണുപ്പ്. അങ്ങനെയൊക്കെയാണ്. 1ാമത്തെ കുട്ടി തണുപ്പാണെങ്കിൽ 2ാമത്തെ കുട്ടി ചൂട്. ഇങ്ങനെ ആൾട്ടർനേറ്റീവ് ആയിട്ടാണ് വരിക. നമ്മൾ എന്ത് ചെയ്യും? വേഗം ചൂടില്ലീനെ തണുപ്പിക്കാൻ നോക്കും, തണുപ്പില്ലീനെ ചൂടാക്കാൻ നോക്കും. രണ്ടും ചെയ്യണ്ട. തണുപ്പിനുള്ള ജോലി തണുപ്പിനുണ്ടാവും, ചൂടിനുള്ള ജോലി ചൂടിനുണ്ടാവും. വലുതായാലേ അത് അപ്പം ഉണ്ടായിക്കോളും. തണുപ്പനെ ചൂടാക്കാൻ നോക്കിയാല് ഓന്റെ മൊത്ത സമാധാനം കെടും. ചൂടനെ തണുപ്പനാക്കാൻ നോക്കിയാല് ഓന്റെ സമാധാനം പോകും. ഈ സമാധാനക്കെട് ഉണ്ടാക്കുന്ന ഒരു മെഷീനായിട്ട് ആരും മാറാൻ പറ്റൂല. ഉമ്മയും മാറാൻ പറ്റൂല. ഈ കുടീക്കിന് കയറുമ്പോക്കിന് ആകെ തല ഉസ്താദെ തലമ്മ പിടിച്ചിട്ടാണ് വീട്ടിൽ കയറാറ്. ഒരു സ്വൈരല്ല. എനിക്ക് സ്കൂളിൽ പാർക്കാൻ പറ്റുമെന്നാവാൻ നമ്മളെ കുറിച്ച് അങ്ങനെ കുട്ടികൾക്ക് ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അതോടുകൂടി നമ്മളെ പരലോകം തീർന്നു. ഇഹലോകം പോട്ടെ, കുട്ടികൾ നന്നാകാതിരിക്കാന്നല്ല, പരലോകം പോകും.
യസ്സിറു വലാ തുഅസ്സിറു, എളുപ്പം ഉണ്ടാക്കണം, പ്രയാസം ഉണ്ടാക്കരുത്. ബശ്ശിറു വലാ തുനഫിറു, സന്തോഷം ഉണ്ടാക്കണം, വെറുപ്പിക്കരുത് ഒരാളെ. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരാളെ വെറുപ്പിക്കാൻ പറ്റും. വെറുപ്പിച്ചിട്ട് ഒരാളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളെ വെറുപ്പിച്ചാൽ നിങ്ങൾ ചെയ്യുമോ? രക്ഷിതാക്കളോട് ചോദിക്കുന്നത്, നിങ്ങളെ വെറുപ്പിച്ചാൽ നിങ്ങൾ അത് ചെയ്യുമോ? മാനം മര്യാദക്ക് സമാധാനത്തോടു കൂടി ചെയ്യാൻ പറ്റും? നിങ്ങളെ വെറുപ്പിച്ചാൽ ഉണ്ടോ? നമ്മൾ മുറ്റത്ത് ഇങ്ങനെ അടിച്ചു വരുമ്പോ എന്താ പാത്രം മോറാത്തതാണെന്ന് മുമ്പ് ചൂടാകാണ്. എന്തേ കാരണം? പിന്നെ പാത്രം മോറുമ്പോ ഒച്ച കൂടെ കുറയും, ശബ്ദം കൂടെ കുറയും. എന്താ അവസ്ഥ എന്നാലോചിച്ച് നോക്കി. ഇത് ആർക്കും ഉണ്ട്? നമ്മളൊരു കല്ലിനോടല്ല സംസാരിക്കുന്നത്, ഒരു മനസ്സിനോടാണ് സംസാരിക്കുന്നത് എന്നൊരു ബോധം എന്ത് ചെയ്യണം? നമുക്ക് വേണം. ഇനി കുട്ടികളുടെ അവസ്ഥ പറ, പ്രായത്തിനനുസരിച്ച് കുട്ടികളോട് പെരുമാറാൻ നമുക്ക് സാധിക്കണം. ഈ 0 മുതൽ 6 വയസ്സ് വരെ, 0 മുതൽ 6 വയസ്സ് വരെ സ്പോഞ്ചിന്റെ മാതിരിയാണ് കുട്ടികൾ. സ്പോഞ്ച് എന്തും അബ്സോർബ് ചെയ്യും. 56 ദിവസമായ കുട്ടിന്റെ മുന്നില് വാപ്പിയമ്മ ചൂടാനുണ്ടെങ്കിൽ 56 ദിവസമായ കുട്ടി അപ്പ ചിന്തിക്കുന്നുണ്ട്, എന്ത്? ഞാൻ വലുതായി എനിക്കൊരു കുട്ടി ഉണ്ടായാല് ആ കുട്ടിനെ പ്രസവിച്ചടക്കുമ്പോ ഞാനും എന്റെ ഭർത്താവും ഇങ്ങനെ പെരുമാറണമെന്ന് ആര് ചിന്തിക്കണ്ടേ? അതിന് പ്രതികരണ ശേഷി ഇല്ലാത്തതുകൊണ്ടൊന്നും പറയാത്തതേ. മനസ്സിലായോ? നല്ല ബുദ്ധി ഉണ്ട്. നിങ്ങള് കുളിക്കാൻ പഠിച്ചതെന്നാ, ഡ്രസ് ധരിക്കാൻ പഠിച്ചതെന്നാ, ബ്രഷ് പഠിച്ചതെന്നാ, ഭക്ഷണം കഴിക്കാൻ പഠിച്ചതെന്നാ? ഓർമ്മയില്ലല്ലോ, ഇല്ലല്ലോ. നല്ല നടക്കുക 6 വയസ്സ് വരെ. 6 വയസ്സ് വരെ പഠനം നടക്കും. ആ സമയത്ത് നമ്മൾ ഖുർആൻ ഓതുന്നതും നമ്മൾ നിസ്കരിക്കുന്നതും ഒക്കെ കാണുമ്പോ കുട്ടികൾ അതിനനുസരിച്ച് ചെയ്യും. ആ സമയത്ത് മോൾഡ് ചെയ്യപ്പെടുന്ന സമയമാണ്. മോൾഡ് ഒരു ഇരുമ്പ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പൂരിക്ക് ഏത് തരത്തിലാണോ അതിനെ ഷേപ്പ് ചെയ്യേണ്ടത്, ആ ഷേപ്പ് ചെയ്യുന്ന സമയമാണ് ഇത്. അത് ആ സമയത്ത് മൊബൈൽ കൊടുത്തിട്ട് കുട്ടി എടുക്കാൻ വന്നു, സിമ്പിളാണ്. ഇത് കുട്ടീനെ നോക്കണം കേട്ടോ. ഞാൻ എപ്പോഴും നിസ്കരിക്കുമ്പോൾ അവൾ മൂത്രയിച്ചങ്ങാണ് മുസല്ലിക്ക് വരലുണ്ട്, ഇന്ന് അങ്ങനെ വരുന്നുണ്ട്, നോക്കണം. എന്ത് ചെയ്യാം? കുട്ടികൾ അങ്ങനെയാണ്. എന്തെങ്കിലും ചെയ്യണ്ടെങ്കിൽ, എന്തെങ്കിലും കുരുത്തൊക്കെ ഉണ്ടെങ്കിൽ അത് ആ സമയത്ത് പോൽക്കത് ഓർമ്മയും ചെയ്യും. അങ്ങനെ കുട്ടിയാണ്. അതിനാ കുട്ടിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതെന്ത് അങ്ങനെ ആയിത്തീരാണ്. ഞാൻ പറയുന്നത് 6 വയസ്സ് വരെ നമ്മളെ 2 കണ്ണുകൊണ്ടല്ല കുട്ടി നോക്കണത്, ഒരു 16 കണ്ണുകൊണ്ടോ നോക്കണത് വിചാരിച്ചിട്ട് എന്ത് ചെയ്യുക? കുട്ടിന്റെ മുന്നിൽ ജീവിക്കാം. അപ്പൊ കുട്ടി മോൾഡ് ചെയ്യപ്പെടും. ഇനി 6 മുതൽ 12 വയസ്സ് വരെ ആ സമയത്ത് കൊല്ലന്റെ ആലിയിൽ ഇരുമ്പ് ചൂടാക്കൂലേ? ചൂടാക്കി അടിച്ചാൽ പെട്ടെന്ന് പരക്കും. ചൂടാക്കാതെ അടിച്ചാലോ പരക്കുവോ? ഇല്ലല്ലോ. അപ്പൊ ചൂടാക്കിയ സമയമാണ് ഏത്? 6 മുതൽ 12 വയസ്സ് വരെ. ആ സമയത്താണ് എന്ത് ചെയ്യേണ്ടത്? ജീൻസും ടീഷർട്ടും ഇട്ട് കൊടുക്കാതിരിക്കേണ്ടത്. ആർക്ക്? പെൺകുട്ടിക്ക്. ആ സമയത്താണ് 5 വക്ത് നിസ്കാരം പഠിപ്പിക്കേണ്ടത്. 10 വയസ്സിന്റെ ഉള്ളിൽ വല്ലാഹി നമസ്കാരം 5 വക്ത് പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ 10 വയസ്സ് കഴിഞ്ഞാൽ അത് പഠിപ്പിക്കണമെങ്കിൽ നിങ്ങൾ കഴിയൂല. കാരണം 10 വയസ്സ് വരെ കോഴിമുട്ടന്റെ മാതിരിയാണ്. ഫ്രിഡ്ജിൽ വെച്ചാൽ ഫ്രിഡ്ജിലിരിക്കും, അരിയും വെച്ചാൽ അരിയും പച്ചക്കറി കൊട്ടയിൽ വെച്ചാൽ പച്ചക്കറി കൊട്ടയിലിരിക്കും. ആ സമയത്ത് എന്ത് ചെയ്യണം? പഠിപ്പിക്കണം. നിങ്ങൾ ആലോചിച്ചൊക്കെ 7ാം ക്ലാസ് കാക്കൊല്ല പരീക്ഷ കഴിഞ്ഞാൽ കുട്ടികളുടെ സ്വഭാവം മാറും. എന്തുകൊണ്ടാ? അപ്പക്കിന് അവർക്ക് 12 ആയിട്ടുണ്ടാവും. മനസ്സിലായോ? വയസ്സ് മാറിയിട്ടുണ്ടാവും. അപ്പൊ സ്വഭാവം മാറും. 7ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ അവനാകെ വഷളായത്. അതെന്താ വെച്ചാല് മുട്ടയിൽ വിരിഞ്ഞു. മുട്ടയാവുമ്പോ ഫ്രിഡ്ജിൽ വെക്കാം, കോഴിക്കുഞ്ഞാവുമ്പോ ഫ്രിഡ്ജിൽ വെച്ചാലും. മുട്ടയാവുമ്പോ നമ്മൾ എവിടെ വെച്ചാലും അവിടെ ഇരുന്നോളും. പക്ഷെ കോഴിക്കുഞ്ഞായാലും എന്ത് ചെയ്യില്ല, നമ്മൾ വെച്ചോടത്തിരിക്കൂല, അതിന്റെ അപ്പുറത്തായിരിക്കും. മനസ്സിലായോ? കുട്ടികൾ അപ്പൊ ആ കുട്ടികളോട് എങ്ങനെ ചെയ്യേണ്ടത്? അപ്പോ 12 വയസ്സ് കഴിഞ്ഞാൽ എന്താന്ന് വെച്ചാല് ഇരുമ്പൊക്കെ നല്ല അടിച്ച് കൃത്യമാക്കിയിട്ട് പിന്നെ വെള്ളത്തിൽ വെക്കൂലേ? വെള്ളത്തിൽ വെച്ചെടുത്താൽ പിന്നെ അതിന് അടിച്ചാൽ എങ്ങനെ ഉണ്ടാവും? എന്തെങ്കിലും സംഭവിക്കോ? ഇല്ലല്ലോ. അതേപോലെ ഏത് ടീനേജിലായിട്ടാണ് നമ്മൾ മാക്സിമം അടക്കി കുത്തിക്കാണ്ട് നന്നാക്കള് തുടങ്ങുക. അപ്പക്കിനെ ചൂടാറിയിട്ടുണ്ടാവും. പിന്നെ എത്ര അടിച്ചാലും എന്ത് ചെയ്യില്ല, ശരിയാവില്ല. അപ്പൊ ശരിയാണെങ്കിൽ അപ്പൊ ചെയ്യണം, പോലീസ് ട്രെയിനിങ് കൊടുക്കണേ. ഈ സമയത്ത് നമ്മളിപ്പോ ഈ ചെറിയ കുട്ടികളൊക്കെ ഇങ്ങനെ എടുത്ത് താലോലിക്കും. നിങ്ങളമ്മാര് നിങ്ങളെ ഈ പ്രായത്തിൽ എടുത്ത് താലോലിച്ചത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? 2 വയസ്സിലും 3 വയസ്സിലും 6 വയസ്സിലും 7 വയസ്സിലൊക്കെ ഉമ്മാര് ഇപ്പാരെന്താ ചെയ്തതെന്ന് ഓർമ്മ ഉണ്ടോ? ഓർമ്മയില്ലല്ലോ. പിന്നെ എന്തിനാ അതിപ്പോ ഇങ്ങനെ ചെയ്യണത്? ആ കുട്ടിക്ക് അത് വലുതായ ഓർമ്മ ഉണ്ടാവില്ല. ആ സമയത്ത് ശരിക്കും ട്രെയിനിങ്ങാണ് കൊടുക്കാൻ വേണ്ടത്. ഇത് ഇങ്ങനെ തിന്നണം, അതങ്ങനെ ചെയ്യണം, ഈ ഡ്രസ്സ് എടുക്കണം. 2.5 വയസ്സാവുമ്പോ കുട്ടി സ്വന്തം ഭക്ഷണം കഴിക്കണം. 3 വയസ്സാവുമ്പോ കുട്ടിന്റെ ഡ്രസ്സ് കുട്ടി എടുത്തിടണം.
അവിടേക്ക് എത്തണം. എന്നാ കുട്ടിക്ക് കോൺഫിഡൻസ് കൂടും, ഉത്തരവാദിത്തം കൂടും. കുട്ടിന്റെ കാര്യങ്ങളൊക്കെ കുട്ടി ചെയ്യണം. ഒരു 4 വയസ്സ് 4.5 വയസ്സാകുമ്പോ കുട്ടി എന്ത് ചെയ്യണം? ബാത്റൂമിൽ പോയിട്ട് സ്വന്തം കഴിക്കണം. എന്നിട്ട് വൈകുന്നേരമാണെങ്കിൽ നമ്മളൊന്ന് സോപ്പിട്ട് കഴുകി കൊടുക്കുക, ആവശ്യമുണ്ടെങ്കിൽ, ശ്വാസം ഉണ്ടെങ്കിൽ മാത്രം. അല്ലെങ്കിൽ ഓലെന്നെ എന്ത് ചെയ്താൽ മതി? കഴിക്കാൻ മതി. ഇതെന്താ 23 വയസ്സായ ഒരു പെൺകുട്ടി ഈ പ്രസവം കഴിഞ്ഞിട്ട് ഭയങ്കര മാനസിക പ്രശ്നം. അപ്പൊ എന്നെ വിളിച്ചപ്പോ ഞാൻ അമ്മാനോട് ചോദിച്ചു, ഇവൾക്ക് ചോറ് വാരി കൊടുക്കൽ എന്നാ നിർത്തിയതെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, നിർത്തിയിട്ടില്ലേ, ഇന്നലെയും കൂടി വാരി കൊടുത്തിരുന്നു. എന്താ പറയാ, പിന്നെ ആ കുട്ടിക്ക് എന്ത് കോൺഫിഡൻസ് ഉണ്ടാകാം, എന്ത് ഉത്തരവാദിത്തം ഉണ്ടാകാം എന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ നിർത്തിയിട്ടില്ലാന്ന്, എന്നാൽ നിർത്തണ്ട, അങ്ങനെ തുടർന്ന് പോയിക്കോളി, നിങ്ങളെ ഓൾക്ക് വരുന്ന ബുദ്ധിമുട്ടൊക്കെ സഹിച്ചും ചെയ്തോളി എന്നാണ്. അപ്പൊ എന്താ പറയുന്നത്? ഒന്നും അറിയാൻ പറ്റില്ല. ആലോചിക്കേണ്ടത് എപ്പോഴാ അറിയോ? 12 വയസ്സ് കഴിഞ്ഞിട്ട്. അപ്പോൾ ഓർമ്മ ഉണ്ടാകും. അപ്പൊ മടി കടത്തണം, എത്തിരുത്തണം, മടിയിലിരുത്തണം ഒക്കെ ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എത്തിക്കല്ല ആണ്. ഈ അഫയറിനെ പറ്റി ഞാൻ പഠിച്ചപ്പോഴെന്താ വെച്ചാൽ, ആയിഷാ ബീവി 6-ാം വയസ്സിലാണ് ആയിഷാ ബീവിനെ കെട്ടിച്ചത്. 9-ാം വയസ്സിലാണ് കൂട്ടിക്കൊണ്ടുവരുന്നത്. ഇപ്പൊ 9 വയസ്സായ ഒരാണിന്റെ സാന്നിധ്യം ആർക്ക് വേണം? ഒരു പെൺകുട്ടിക്ക് വേണം. ഇപ്പൊ ഗൾഫില് അല്ലെങ്കിൽ ഫുൾ ടൈം ബിസിനസ് ആങ്ങളിനെയും കിട്ടൂല. വല്ലാഹി ഒരു 12 വയസ്സായ കുട്ടിനെ ആഴ്ചയിൽ ഒരിക്കൽ കൊണ്ടുപോയി പിന്നെ ഐസ്ക്രീമോ അല്ലെങ്കിൽ ഫലൂദ എന്തെങ്കിലും വാങ്ങിക്കൊടുത്ത് ഇപ്പുറത്ത് ഉത്തരവാദിത്തപ്പെട്ട ഒരാളിരുന്ന് കണ്ടെക്ക് നോക്കിയാൽ അവൾക്ക് പിന്നെ അഫയറിന്റെ ആവശ്യം ഉണ്ടാവും. സത്യം പറയുന്നു. ബൈക്ക് മെരുത്തി കൊണ്ടുപോകാൻ ഒരു ആണുണ്ടെങ്കിൽ ആ പെൺകുട്ടിക്ക് പിന്നെ അഫയറിന്റെ ആവശ്യം ഉണ്ടാവില്ല. അവൾ ആ പിന്നെ ഉള്ളിലുള്ള ആവശ്യം, തേട്ടം, ദാഹം അത് നടപ്പിലാക്കാനാണ് എന്ത് ചെയ്യണത്? ഇങ്ങനെ അഫയറിലേക്ക് പോകുന്നത്. അഫയറിനോട് വരുമ്പോ ഞാൻ ചോദിക്കുന്ന 2ാമത്തെ ചോദ്യമാണ്, ഇവളെ കൂടെ ഒറ്റക്ക് നിങ്ങളെ സഞ്ചരിക്കലുണ്ടോ? ഒറ്റക്ക് പോകലുണ്ടോ? ഇവൾക്കുള്ള ഷോപ്പിംഗ് എന്താ വേണ്ടെന്ന് വെച്ചാൽ വാങ്ങിക്കൊടുക്കാം. ബാപ്പാനെ പറഞ്ഞയക്കലുണ്ടോ? ഇത് ഉമ്മ പോകുക. ഉമ്മ പോയിട്ടോ ഈ കുട്ടി ഏത് ഡ്രസ്സ് എടുത്താലും അത് ആർക്ക് പറ്റൂല, അത് വിലയേറെയാണ്, അല്ലെങ്കിൽ ആർക്ക് പറ്റൂല. ഇങ്ങനെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ഉമ്മാക്ക് പറ്റീക്കിന് എത്തിച്ചു. ഇസ്ലാമികമായ വസ്ത്രം എടുക്കേണ്ടത് അതിന് തർക്കമൊന്നുമില്ല. പക്ഷെ കുട്ടിക്ക് ഇസ്ലാമികമായ ഒരു വസ്ത്രം പറ്റുമെങ്കിൽ ഐക്കെത്തുന്ന രൂപ ഉണ്ടായിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? എന്നാ പിന്നെ എനിക്ക് എടുത്തു തരാൻ പറ്റിയ ആൾക്കാരുണ്ട്, അപ്പൊ ഞാൻ എന്ത് ചെയ്യാം? ആ രൂപത്തിൽ നോക്കാണ്. അഫയർ ഉണ്ടാവുമ്പോ ഒരിക്കലും എന്ത് ചെയ്യരുത്? റിലേഷൻ ബ്രേക്ക് ചെയ്യരുത്. റിലേഷൻ നമ്മൾ ബ്രേക്ക് ചെയ്യരുത്. അഫയർ ഉണ്ടായ ആദ്യം എന്റെ അടുത്ത് ഒരു കുട്ടിനെ കൊടുന്നു. അഫയർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അമ്മോന് കാല് തല്ലി ഒടിച്ചു. അപ്പൊ ആ കുട്ടി പറഞ്ഞു, ഞാൻ ഓന് വേണ്ടിട്ട് എന്റെ കാല കൊടുത്തിട്ടുണ്ട്, ഇനി ഓനെ ഞാൻ വിടൂല, അല്ലെ? ഞാൻ ആൾക്കാരോട് പറയുന്നു, മാർക്കിസ്റ്റ് ലീഗ് ആയാല് മാർക്കിസ്റ്റ് നല്ല കുത്തല് കുത്തും. അപ്പൊ ഇവൻ ലീഗിൽ ഉറക്ക ചെയ്യാ, മാർക്കിസ്റ്റിക്ക് പോകാൻ ചെയ്യാ. നമ്മളെ കുട്ടി ഇങ്ങനെ പോയാല് നമ്മളെ റിലേഷനൊക്കെ ബ്രേക്ക് ചെയ്യും. അപ്പൊ അവൾക്ക് മനസ്സിലാവും ഈ തണ്ടയൊന്നും ഉണ്ടാവില്ല, എനിക്ക് ഓൻ മാത്രമേ ഉണ്ടാവില്ല. അപ്പൊ അവനൊക്കെ ചാടിപ്പോവും ചെയ്യും. സത്യം അങ്ങനെ ഇനി ചാടിപ്പോലൊക്കെ ഉണ്ടാവും. നമ്മളപ്പം എന്താ വെച്ചാൽ കൂടുതൽ സ്നേഹിച്ച് നമ്മളിലേക്ക് കൊണ്ടുവരാണ്. ഇങ്ങനെ ഈ 2.5 വയസ്സ് ഉള്ള കുട്ടിയുണ്ടല്ലോ, അതിനോട് പെരുമാറുന്ന മാതിരിയാണ് 12 വയസ്സ് മുതലുള്ള കുട്ടികളോട് പെരുമാറുന്നത്. നിങ്ങളത് പെരുമാറിയൊക്കെയും അവര് നമ്മളെ മുഴുവൻ അനുസരിക്കും. സത്യം, അത് യാതൊരു സംശയമല്ല. നമ്മളിപ്പോ ചെയ്യുന്നതിന് നേരെ ഓപ്പോസിറ്റ് ചെയ്താൽ മതി. ഞാൻ വൈഫിനായിട്ട് ഒരു ക്ലാസ്സിന് പോയി. അപ്പൊ ഒക്കെ കഴിഞ്ഞ ഓള് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ ഒന്നും നടക്കൂല എന്നോട്. ഞാൻ പറഞ്ഞു നടക്കുന്നതാണ്. ഒരൊറ്റ ഉദാഹരണം കാണിച്ചു തരാം. കുട്ടികൾ 2 മണ്ണ് കളിക്കുകയാണ്. ഇപ്പൊ ചെന്ന് എന്താ പറയലോ, ഒരു മണ്ണ് കളിക്കുമ്പോൾ കയറി വരും, കാണിച്ചു തരാം, എന്റെ അടുത്തേക്കല്ല വരിക, ആയിക്കോട്ടെ നോക്ക, നല്ലോ കളിച്ചോളി. ഇനി അവിടെ കണ്ടിക്കണമെങ്കിൽ ഇനി ഇവിടെ കയറി ആകെ പ്രശ്നവും കെട്ടതാണ്. ഞാൻ അവളോട് പറയാൻ പറഞ്ഞേ, ഉമ്മാന്റെ കുട്ടികള് മണ്ണ് കളിച്ചോടി, നല്ല കളിച്ചു വന്നിട്ട് ഉമ്മച്ചി നഖം മുറിച്ചേർന്ന് കൈയൊക്കെ കഴുകി തരണ്ട്, കുളിക്കുമ്പോ റെഡിയാക്കുക, നിങ്ങളൊരു ആഗ്രഹമല്ലേ മണ്ണ് കളിച്ചോടി എന്ന് പറയുമ്പോൾ. ഇത് പറഞ്ഞേക്ക് കുട്ടികൾ 2 വേഗം കൈയ്യേക്ക് ഞങ്ങൾ 2 അപ്പുറത്തും ഇപ്പുറത്തും വന്നിരിക്കും. ചിലപ്പോ റിവേഴ്സായി പറയേണ്ടി വരും. ഒരു കുട്ടി ഇങ്ങനെ ജനലുമ്പോ കയറുമ്പോ കയറിക്കോ, മേലെ കയറിക്കോ, ഇനി അപ്പുറത്ത് കയറിയിട്ട് എന്ത് ചെയ്യാം? കൈ ഒടിഞ്ഞ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം, നമുക്ക് ഇവിടെ തന്നെ ഉണ്ടല്ലോ ഡോക്ടർ. ഇന്നിപ്പോ വെള്ളിയാഴ്ച എന്തായാലും നോർത്തോന്റെ ഡോക്ടർ അവിടെ ഉണ്ടാവും, പ്രശ്നമല്ല. കയ്യാ കാലം ഓടിയണോ നോക്കിയാൽ മതി. ഒടിഞ്ഞാലും ഉമ്മാരോട്ടി കുറച്ച് ദിവസം സ്വീപ്പാണ്ടി വരും കേട്ടോ, വേറെ ഒന്നുമില്ല.
എന്തായാലും കുട്ടികളല്ലേ, കയ്യും കാലും ഒക്കെ ഒടിയുന്ന നമ്മൾ പോന്നാലോ പിന്നെ കുട്ടീനെ ജനൽമ കാണും? ഉണ്ടോ? അപ്പൊ പിന്നെ ജനൽമെന്ന് ഇറങ്ങാൻ നമ്മൾ ആവശ്യം, അതോ നമുക്ക് കുറെ ചീത്ത പറഞ്ഞിട്ട് സമാധാനം കിട്ടിയ ആവശ്യം? ഏതാവശ്യം? ചീത്ത പറഞ്ഞ സമാധാനം കിട്ടുക. ഇപ്പൊ പല പിന്നെ സ്ത്രീകളും അങ്ങനെ വേറെ വേറെ ചീത്ത പറഞ്ഞിട്ട് നമ്മൾ മെയിനാണ്. നമ്മൾ ഉമ്മയായിട്ട് എന്തുകൊണ്ടറിയോ? ആ കുട്ടികൾ വൈകി ജനിച്ചതുകൊണ്ട്. ആ കുട്ടികൾ നേരത്തെ ജനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഉമ്മാരേക്കാരാ കുട്ടികൾ. എല്ലാ ആത്മാവരമാരല്ലേ? വ്യത്യാസം ഉണ്ടോ? അല്ലല്ലോ. നമ്മള് ഉമ്മാരായത് കുട്ടികള് വൈകി ജനിച്ചതുകൊണ്ടാണ്. നമ്മൾ നേരത്തെ ജനിച്ചോണ്ട്. നമ്മൾ നേരത്തെ ജനിച്ചു എന്നുള്ളത് യോഗ്യത എന്നല്ല, ആണോ? നേരത്തെ ജനിച്ച നേരത്തെ മരിക്കും വേണ്ടിയിരിക്കും. ഇവിടെ ഇങ്ങനെ ഇരിക്കാനും പറ്റും. അപ്പൊ അതൊന്ന് വിചാരിച്ചിട്ട് നമുക്ക് വിനയമാണ്. ആ കുട്ടി നമ്മളെടുത്തൊരു അമാനത്താണ്. അതിനെങ്ങനെയാണ് സോപ്പിട്ട് ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുകയാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മളെങ്ങനെ പറയാം? പുസ്തകം എടുക്കാം, വായിച്ചാ, എഴുതിക്കാം പറയാം. നമുക്ക് എഴുതിയാലോ, നമുക്ക് വായിച്ചാലോ, നമുക്ക് കുളിച്ചാലോ, ഇങ്ങനെ വെച്ചാലോ? ഏതാ നിങ്ങൾക്ക് ഇഷ്ടം? നിങ്ങൾ കുട്ടിയാണെന്ന് സങ്കല്പിക്കുക. എന്നിട്ട് ഉമ്മ പറയാണ് നമുക്ക് കുളിച്ചാലോ, നമുക്ക് പുസ്തകം എടുത്താലോ? അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ കേൾക്കുമല്ലേ? എന്താ പുസ്തകം എടുക്കാത്തും? നീ പുസ്തകം എടുക്കൂല, നീ കണ്ടോളുണ്ടോ? ഞാൻ പറഞ്ഞു തോൽക്കേണ്ടി വരും, വടി എടുക്കേണ്ടി വരും. ഈ സംസാരം ദുഷിച്ച സംസാരം, നല്ല സംസാരം നിങ്ങൾ പറയും. നമ്മുടെ സ്വഭാവത്തിന് ചെറിയ മാറ്റം വരുത്തിയാൽ എന്ത് ചെയ്യും? കുട്ടികൾ അനുസരിക്കും. ഈ പിന്നെ ഏത് കർമ്മത്തിനും 3 കാര്യങ്ങൾ ആവശ്യമാണ്. ഒന്നാമത്തത് ഇഖ്ലാസ്. നമ്മൾ എന്തിനാ കുട്ടികളെ വളർത്തുന്നത്? അയലോകത്തെ കുട്ടിനെ കൈ മാർക്കിട്ടാനാ? ആണോ? കമ്പയറിംഗ് ഉണ്ട്. കമ്പയർ ചെയ്യുന്നവരോട് ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ അതേ പ്രായത്തിലെ എഞ്ചിനീയർ അല്ലേ, ഡോക്ടർ അല്ലേ? നിങ്ങൾ എന്തിയാകായിരുന്നു? ആയോ? മറ്റോട് നീറ്റ് എഴുതി കിട്ടി, ഇവിടെ അനക്കെന്തൊക്കെ കിട്ടി? ഞമ്മ അപ്പൊ കുട്ടി ചോദിക്കാണ്, നിങ്ങളപ്പം പഠിച്ചവർക്ക് നീച്ചിട്ടില്ലേ, നിങ്ങൾക്കൊന്നും തലക്കെ കിട്ടിന്ന് വെച്ചാൽ എന്താ അതൊന്നല്ല ഇവിടുത്തെ ലക്ഷ്യം. ആ കുട്ടിനെ എവിടെ എത്തിക്കണം, എത്ര മാർക്കാണ്? ഇപ്പൊ നമ്മളെ കുട്ടി SSLC എഴുതിയിരിക്കണം വിചാരിക്കുക. ആ കുട്ടിന്റെ മാർക്ക് അവിടെ ഉണ്ട്, ലൗഹിലുണ്ട്. അത് തിരുവനന്തപുരത്ത് നിന്ന് പ്രിന്റായി വരും റിസൾട്ട് എല്ലാം. അല്ലാതെ ഇപ്പൊ എന്താ? പഠിച്ചതിനനുസരിച്ച് മാർക്ക് കിട്ടും. ആ മാർക്കിനനുസരിച്ച് അടുത്തത് ഏതാന്ന് വെച്ചാൽ പൈക്ക് പോവാ, അവിടെ ചെയ്യാം. നിങ്ങളൊക്കെ ഇപ്പൊ ഉമ്മാരെ കുട്ടികളാണല്ലോ. നിങ്ങൾ എത്ര നോക്കുന്നുണ്ട്? ഒരു ദിവസം എത്രാട്ടം പഠിക്കും, ഒരു ദിവസം എത്രാട്ടം പോകും. നമ്മളെ കുട്ടികളും ഇങ്ങനെ തന്നെ കാരണം. നമ്മളെ കെട്ടിച്ചു വിട്ടാ നമ്മൾ തിരിഞ്ഞു നോക്കാൻ സമയം ഉണ്ടാവില്ല. ചിലപ്പോ കെട്ടിച്ച ഓളേറ്റ് 2:30 പോകും. നേരത്തെ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞാൽ പിന്നെ എന്താ പറ്റുക? ഞമ്മക്ക് ആ കെട്ടുന്നത് വരെ നോക്കുക. ഈ കെട്ടാന്നൊക്കെ പറഞ്ഞാൽ എന്താ അറിയോ? കോഴി കൊത്തിയാട്ടണ മാതിരി കൊത്തിയാട്ട നമ്മള്. പിന്നെ മരുവോളെ കാര്യത്തിലും മരുവന്റെ കാര്യത്തിലും മകന്റെ കാര്യത്തിലും ആരും ഇടപെടേണ്ട ആവശ്യമില്ല. കുറച്ച് അമ്മായിമാരുണ്ട് വല്ലാതെ മക്കളുടെ കാര്യത്തിൽ ഇടപെടുന്ന. ഓലെ മക്കൾക്കും സമാധാനം ഉണ്ടാവില്ല. എന്റെ അടുത്ത് കണ്ണൂരിൽ ഒരു കേസ് വന്നു. അവസാനം അമ്മാനോട് പറഞ്ഞു, ഇങ്ങളാണ് മാറിന്നാല് നിങ്ങളെ നാവടക്കിയാല് ഓർക്ക് 2 സമാധാനം ഉണ്ടാവും. നിങ്ങളെ കുട്ടിക്ക് നിങ്ങൾക്ക് സമാധാനം കിട്ടുന്നത് കണ്ണിക്കടിയാണില്ല. നിങ്ങളെ കുട്ടിക്ക് സമാധാനം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ നാവൊന്നാണ് അടയ്ക്കാൻ മതിയാണ്. അവസാനം പറയേണ്ടി വന്നു. അങ്ങനെ നാവടക്കാതെ ഈ കല്യാണം കഴിഞ്ഞാൽ മുഴുവൻ എന്ത് ചെയ്യാ? പിന്നാലെ നടന്നുകാണ്ട് ഓല ഭരിക്കണ പരിപാടി എന്ത് ചെയ്യാം? നമ്മൾ നിർത്തണം. ഇടയിൽ പറഞ്ഞു മാത്രം. ഞാൻ പറഞ്ഞുകൊണ്ടെന്ന് ഒന്ന് ഇഖ്ലാസ്, അള്ളഹാനോട് വചനം പറയണം എന്നുള്ളൊരു അള്ളഹാന്റെ തൃപ്തി കിട്ടണം എന്നുള്ളൊരു ബോധം ഉണ്ടായാൽ മതി. ഒന്ന്. രണ്ടാമത്തെ ഇത്തിബാഅ്, പ്രവാചകൻ എങ്ങനെയാണോ നന്നാക്കിയത് അതേപോലെ നന്നാക്കുക. പ്രവാചകൻ എങ്ങനെ സഹാബത്തിനെ നന്നാക്കിയത്? പ്രവാചകന്റെ ഹദീസിന്റെ വാചകങ്ങളുടെ ഘടന എന്താണ്? ഖുർആൻ നമ്മളോട് വാഴ്ന്നു പറയുന്നത് എങ്ങനെ, ഏത് രൂപത്തിലാ? ആ ശൈലിയാണ് മൊത്തം ഉപയോഗിക്കേണ്ടത്. ഈ ഫിറഔന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് മൂസാ നബി. അപ്പൊ എന്താ പറഞ്ഞറിയാം? ലീനത്തിന്റെ വർത്താനം, സൗമ്യതയിൽ സംസാരിച്ചോളൂ. എന്നാ ഓൻ ഉത്ബോധനം കിട്ടും, ഓന് നന്നാവും. ആരോടാ പറഞ്ഞത്? മൂസാ നബിനോട്. ആരത്തേക്കാ പോണത്? ഇസ്രായേലിന്റെ മുഴുവൻ ആൺകുട്ടികളെ കൊന്ന ആളത്തേക്ക് പോകുമ്പോ ഇത് സൗമ്യമായിട്ട് സംസാരിക്കാമെന്ന് ആരോട് പറയുന്നത്? മൂസാ നബിനോട്. അമ്പയത്തിന് നിന്ന ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങി ഉഹദ് യുദ്ധത്തില് പരാജയപ്പെട്ട ആ യുദ്ധത്തിന്റെ അവലോകന യോഗത്തില് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ചോദിച്ചില്ല എന്ത്?
ഉഹദിൽ എന്തുകൊണ്ട് നിങ്ങൾ അവിടുന്ന് ഇറങ്ങിപ്പോന്നു എന്ന് ചോദിച്ചു. ഓരോട് അതിന്റെ മുന്നെന്തേ പറഞ്ഞത് അറിയോ? ഞങ്ങൾ മുഴുവൻ മരിച്ചിട്ട് ഞങ്ങളെ ശരീരം കഴുകൻ കൊത്തി എടുക്കുന്നത് കണ്ടാലും നിങ്ങൾ അവിടുന്ന് ഇറങ്ങിപ്പോരരുത്. ഞങ്ങൾ ഗനീമത്ത് സ്വത്ത് മുഴുവൻ എടുത്ത് കൂട്ടിയിട്ട് അവിടെ കൂട്ടി വെച്ചാലും നിങ്ങൾ അവിടുന്ന് ഇറങ്ങിപ്പോരരുത്. നിങ്ങൾ ആ കൽപ്പന തെറ്റിച്ച് പോകുന്നവരോട് ചോദിച്ചിട്ടില്ല. അപ്പൊ ആയത്തിറങ്ങി സൂറത്ത് ആൽ ഇംറാനിലെ 159 ആയത്ത്. فبما رحمة من الله لنت لهم ولو كنت فظا غليظ القلب لانفضوا من حولك. അതാണ് നിങ്ങളോട് ആകെ പറയാനുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയണേ, അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് താങ്കൾക്ക് സൗമ്യതയുണ്ടായി, അതുകൊണ്ട് സഹാബത്തൊക്കെ താങ്കളുടെ ചുറ്റും നിൽക്കുന്നുണ്ട്. മനസ്സിലായോ? നബിയെ, താങ്കൾക്ക് കഠിന ഹൃദയവും പരുഷ സ്വഭാവവും ഉണ്ടായിരുന്നുവെങ്കിൽ അവരൊക്കെ പിരിഞ്ഞു പോകുമായിരുന്നു. ഇപ്പൊ നമ്മളെടുത്ത് കുട്ടികളെ പിരിഞ്ഞു പോകാൻ കാരണം എന്താ? കഠിന ഹൃദയം, പരുഷ സ്വഭാവം. നമുക്ക് നന്നായാ മതി, എങ്ങനെയൊന്നുമില്ല, മാർഗം ശരിയാകേണ്ട ആവശ്യമൊന്നുമില്ല, ലക്ഷ്യം നന്നായാ മതി. അപ്പൊ എന്ത് തോന്നിയാസം ചെയ്തിട്ട് എന്ത് ചെയ്യാ? കുട്ടികളെ നന്നാക്കുന്നതിനോട് നമ്മളെ അജണ്ട. അങ്ങനെയല്ല, ഈ നന്നാക്കുന്ന രീതിയും ഇത്തിബാവോടുകൂടി ആയിരിക്കണം. ഇഹ്സാൻ വേണം. ഇഹ്സാൻ ഒരു കർമ്മം ചെയ്യുമ്പോൾ അള്ളാഹ് കാണുന്നുണ്ട്. കുട്ടികളെ നോക്കൽ ആരാധനയാണ്. അതുകൊണ്ടാണ് 3 പെൺകുട്ടികളെ നോക്കല എവിടെ? സ്വർഗത്തിലെത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ആരാധന കൊണ്ട് മാത്രമുള്ള സ്വർഗത്തിലെത്താം. മനസ്സിലായോ? അപ്പൊ 3 കുട്ടികളെ നോക്കല്, അപ്പൊ കുട്ടികളെ നോക്കൽ ആരാധനയാണ്. ആരാധനയിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല? അള്ളാഹു റസൂലിന് ഇഷ്ടമില്ലാത്തത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ ചെയ്താൽ എന്റെ കുട്ടിനോട് അങ്ങനെ ഒന്നാ ശരിയാവില്ല. അത് ഇബ്ലീസിന്റെ വാദാണ്. കാരണം നമുക്ക് ലോജിക്കാണൊക്കെ, ലോജിക്കിൽ ഇബ്ലീസ് ഉണ്ടാവും, വഹയിൽ ഇബ്ലീസ് ഉണ്ടാവില്ല. നമ്മൾ കുറെ ഖുർആൻ ക്ലാസ് കേൾക്കണതല്ലേ? എങ്ങനെ കുട്ടിനോട് ബിസ്മി അല്ലാന്ന് അറിയാം? കുട്ടിനോട് പറയുന്നത് കുൽസമ്മില്ല, അങ്ങനെ റസൂല പറഞ്ഞത്. അതാണ് പറഞ്ഞ അനുസരിക്കൽ നിർബന്ധക്കാരൻ. കുൽബിയമീനി, വലത്തെ കൈയോട് തിന്നുന്നത്. അള്ളാന്റെ വഹി അനുസരിച്ച് എന്ത് ചെയ്യണം? ഉപദേശിക്കണം. ഓൻ എന്നോട് വേണ്ടാത്ത ചെയ്തിക്കണമെങ്കിൽ ഇജ്ജ് അങ്ങോട്ട് നല്ലത് ചെയ്താൽ മതി. മനസ്സിലായോ? അതാ ഖുർആൻ പറഞ്ഞിരിക്കണത്. ഖുർആൻ പറഞ്ഞ മാതിരി, അള്ളാഹ് പറഞ്ഞ മാതിരി നമ്മൾ കേൾക്കുക. അപ്പൊ എനിക്ക് അതുകൊണ്ട് നല്ല ഗുണം ഉണ്ടാവും. എന്ത് ചെയ്യാ? കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെ വഹി അനുസരിച്ച് ഉപദേശിക്കാൻ ആർക്ക് സാധിക്കണം? നമ്മളെ ലോജിക്ക് അനുസരിച്ച് പറഞ്ഞാല് പിശാചം. ചീത്ത പറഞ്ഞാൽ ചീത്തയാവും, നല്ലത് പറഞ്ഞാൽ നന്നാവും. ഒന്ന് മനസ്സിൽ പറഞ്ഞാൽ നിങ്ങളൊക്കെ, ചീത്ത പറഞ്ഞാൽ ചീത്തയാവും, നല്ലത് പറഞ്ഞാൽ നന്നാവും. എന്റെ കുട്ടി നല്ല കുട്ടിയാണ്. ഓൻ ഓർമ്മ വരുമ്പോഴൊക്കെ നിസ്കരിക്കും. ചില നിസ്കാരം മറക്കും, അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തും, അപ്പോഴും നിസ്കരിക്കും. അപ്പൊ ഓൻ എല്ലാ നിസ്കാരവും കിട്ടും. ഇങ്ങനെ എല്ലാരോടും പറഞ്ഞു നോക്കി, പിന്നെ നമുക്കൊരു പണി ഉണ്ടാവില്ല. ഓർമ്മ വരുമ്പോഴൊക്കെ ആ നിസ്കരിച്ചോളും. ഓനാ ഏറ്റെടുത്തു. മനസ്സിലായി? ഓർമ്മ വരാത്തുമ്പോ നമ്മൾ ഓർമ്മപ്പെടുത്തുമ്പോ ആർക്ക് ദേഷ്യം ഉണ്ടാവില്ല. രാവിലെ എങ്ങനെ കുട്ടികളെ വിളിക്കുക? എന്റെ മോന്റെ SLCക്ക് ഞാൻ അവന്റെ തോളിൽ ഇങ്ങനെ കൈയിട്ടിട്ട് ഇങ്ങനെ വേണമെങ്കിൽ എടുക്കും. ഞാൻ പതുക്കെ ചെന്നിട്ട് ഇങ്ങനെ വിളിക്കും. ഇമ്മ വിളിച്ചാൽ നീച്ചൂല. ഉമ്മ മോശമായിട്ടല്ല, ഉമ്മക്ക് ആശങ്കയാണ്. മനസ്സിലായോ? പക്ഷെ നമ്മൾ ചെന്ന് വിളിച്ചാൽ എന്ത് ചെയ്യും? മോനോ നീച്ചേ, വണ്ടി പോണ്ടേ. അപ്പൊ ഓനെ കൊണ്ട് വണ്ടി കൊണ്ടിരിപ്പിക്കും. എനിക്ക് മദ്രസ പോവാനേ, വണ്ടി കൊടുത്താലും എനിക്ക് പോകാൻ പറ്റുക. അപ്പൊ അവൻ എന്ന് സുബഹിക്കാൻ ചെയ്യും? വണ്ടി കൊണ്ട് വണ്ടിക്കേരും. പിന്നെ അവൻ നടന്നു പോകാൻ ഞാൻ വണ്ടി മെത്തിയും മദ്രസ പോകും. അപ്പൊ അങ്ങനെ ഒരു കരാറുണ്ടായിരിക്കാണ്. അപ്പൊ അവൻ വന്നിട്ടില്ലെങ്കിൽ പിന്നെ നടന്നു വന്ന് വണ്ടി എടുക്കേണ്ടി വരും. എനിക്ക് ഇതുവരെ നടന്നു വന്ന് വണ്ടി എടുക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടില്ല. നോക്കെ, എന്തെങ്കിലും ഒരു കുളത്തിട്ടിട്ട് എന്ത് ചെയ്യാം? അവിടേക്ക് എത്തിക്കാം. അങ്ങനെ പള്ളിക്കുള്ള കുട്ടിയാണെങ്കിൽ നമ്മൾ വേറെല്ലോരോട് നമ്മളെ കുട്ടികളെ നന്മ പറയാം. വേറെല്ലോരും അത് പൊളിച്ചിത്തരാമൊക്കെ വിചാരിക്കും, അത് പിന്നെ ഇതാവൊക്കെ വിചാരിക്കും. പക്ഷെ നമ്മളെ കുട്ടികളെ നന്മ നമ്മൾ അഭിമാനത്തോടു കൂടി വേറെല്ലോരോട് പറയുമ്പോൾ ഈ കുട്ടികൾക്ക് അതിനെ അഭിമാനം ചെയ്യും. അഭിമാനത്തിന്റെ പൂത്തിരി അവരുടെ മനസ്സിലാക്കും. എന്റെ കുട്ടി നല്ല കുട്ടിയാണ്. ഒരു കുട്ടികൾ നല്ലത് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒന്ന് കാണിച്ചു കൊടുക്കുക. പുറത്തു പോയി തട്ടുക, ഉഷാറായിക്കും എന്ന് പറയാം. കേരളക്കാർ വളരെ പിശുക്കന്മാരാണ്. അഭിനന്ദിക്കാൻ ഗൾഫിലും പിന്നെ വിദേശത്തൊക്കെ പോയോക്കൊണ്ട് എന്തൊക്കെ വാചകങ്ങൾ പറഞ്ഞിട്ടാണ് ഓലൊക്കെ പിന്നെ ചെറിയൊരു ഉപകാരത്തിന് എത്ര വലിയ വാചകം. ഇതിന് ഇങ്ങനെയൊക്കെ പറയണമെന്ന് നമ്മൾ വിചാരിക്കും. മനസ്സിലായി? നമ്മൾ വളരെയധികം പിശുക്കന്മാരാണ്. കുട്ടികൾ എന്ത് ചെയ്താലും എന്ത് ചെയ്യണം? ഒരു കുട്ടി സമ്മാനം കൊടുത്തപ്പോ ഉമ്മ പറഞ്ഞാൽ എന്താ അറിയോ? എന്റെ ക്ലാസ്സിൽ ബാക്കിയുള്ളവരൊക്കെ പൊട്ടത്തിയാളാ വെച്ചു. കുട്ടി ഹോസ്റ്റലിൽ വീട്ടിലാവുമ്പോ ഒരു മത്സരത്തിൽ ചേർക്കാനോളെ അയക്കൂല, ഉമ്മ അയക്കൂല. എന്താ ഇത് ചേർന്നിട്ട് കാര്യമല്ല. എല്ലാ വീട്ടിലും ഉണ്ടാവും ഒരു പൊട്ടത്തി അല്ലെങ്കിൽ ഒരു പൊട്ടൻ. അത് നമ്മൾ പറഞ്ഞാക്കണതാ. നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടാവും.
കുട്ടികൾ 3 ഉണ്ടെങ്കിൽ ഒന്ന് പൊട്ടനേക്കാം, ഒന്ന് പൊട്ടത്തേക്കാം. അത് നശിച്ച സ്വഭാവം. ആ കുട്ടിക്കൊരു കുഴപ്പമല്ല, പക്ഷെ ആ കുട്ടി മറ്റേ കുട്ടിനോട് താരതമ്യം ചെയ്യും. ഞാൻ അടുക്കളയ്ക്ക് ഇറങ്ങി എനിക്ക് ഒരു പണിയോട് എടുക്കാൻ പറ്റാം, എന്റെ വൈഫ് ഇറങ്ങിയാലോ 10 പണി ഒപ്പം എടുക്കും. അപ്പൊ ആദ്യത്തെ പെൺകുട്ടിയാണെന്ന് വെച്ചാൽ രണ്ടാമത്തെ പൊട്ടനേക്കാണ്. കാരണം പെൺകുട്ടിന്റെ റേഞ്ച് ആർക്കും ഉണ്ടാവില്ല, ആൺകുട്ടിക്ക് ഉണ്ടാവില്ല. അപ്പൊ ഈ പെൺകുട്ടിനെ ആൺകുട്ടിനെ താരതമ്യം ചെയ്യും. അപ്പൊ ആൺകുട്ടി ഒരു പണി എടുക്കുന്നുണ്ടാവും, മറ്റോട് 10 പണി എടുക്കുന്നുണ്ടാവും. അപ്പൊ ഇവള് വലിയ സംഭവം. അത് പിന്നെ പ്രകൃതിയാണ്. നിങ്ങൾക്ക് 10 പണി ഒരേ സമയത്ത് എടുക്കാൻ പറ്റൂലെങ്കിൽ നിങ്ങളെ വീട്ടിൽ എന്തെങ്കിലും നടക്കും. 3 അടുപ്പ് നോക്കണം, അപ്പുറത്തെ സിംഗത്തിന്റെ പാത്രം ഓർഡർ ഉണ്ടാവും, ഇപ്പുറത്തെ കുട്ടിനോട് വാട്ടർ ബാഗ് എടുക്കാൻ പറയുന്നുണ്ടാവും. ഒക്കെ ഒരേ സമയത്താണ്. ഞങ്ങൾ കൂടെ കഴിയില്ല. അപ്പൊ ഇത് പെൺകുട്ടി ചെയ്യുമ്പോ പെൺകുട്ടി ഭയങ്കര സംഭവം. എന്നിട്ട് പെൺകുട്ടിനെ അങ്ങനെ വലിയ പൊക്കി വെക്കും. മറ്റേ ആരെ പൊക്കി വെക്കേണ്ടത്? താഴത്തില്ലോലാണ്. ഫുൾ A+ കിട്ടിയോനെ ഒരു പൊക്കലും വേണ്ട. ഓനവിടെ 13 നില ഉണ്ടെങ്കിൽ അതിന്റെ മുകളിലാണ് നിൽക്കുന്നത്. ഇനി ഓനെ പൊക്കി വെക്കണമെങ്കിൽ ആകാശത്തേക്ക് കോടിയേക്കണ്ടിരുന്നു. ഫുൾ A+ കിട്ടിയ ഒരു C ഒക്കെ കിട്ടിയാലേ നല്ല പൊക്കി വെക്കേണ്ടത്. കാരണം ആ C കിട്ടാൻ തന്നെ ആ കുട്ടി നല്ല അടങ്ങാറായിട്ടുണ്ടാവും. ഏറ്റവും കൂടുതൽ ഇടങ്ങാറാകെ തോറ്റോലാണ്, ജയിച്ചോലല്ല. നമ്മൾ ആലോചിച്ചാൽ തോറ്റോല കൂടുതലാണ് കയറാറ്. ജയിച്ചോലെ പ്രോത്സാഹിപ്പിക്കേണ്ടതല്ല പറഞ്ഞത്. പക്ഷേ ഓന് പ്രോത്സാഹനം പലർത്തും കിട്ടും, മറ്റതോ ആരത്തൊന്നും കിട്ടൂല. നമ്മളെത്തുന്നില്ല ചവിട്ടും കിട്ടും, ബാക്കിയുള്ളവരൊക്കെ അങ്ങനെ നോക്കുകയും ചെയ്യും. പിന്നെ ആരാ പബ്ലിക്കുണ്ടാകുക? ഒരു കുട്ടി നല്ല കച്ചറാട്ട കുട്ടിയൊക്കെയാണ്, ആ കുട്ടിനോട് എപ്പോഴും ദേഷ്യം. ഒരു കുട്ടി എന്ത് ചെയ്യും? നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് കയറണം അങ്ങോട്ടിക്കും, ഇങ്ങോട്ട് കയറണം അങ്ങോട്ടിക്കും. ആ കുട്ടിയോട് ഭയങ്കര ഇഷ്ടേക്കാണ്. ഇത് നീതിയ അനീതിയ? അനീതിയാണ്. നമുക്ക് ഏത് കുട്ടി എത്ര ആണെങ്കിലും ആ കുട്ടി ആരെ കുട്ടിയാ? നമ്മളെ കുട്ടിയാണ്. ആ കുട്ടിനെ അങ്ങനെ ഇഷ്ടപ്പെടാനും സ്നേഹിക്കാനും പറ്റണം. സ്നേഹിച്ചാൽ മാത്രമുള്ള ഒരു തണുപ്പനായ കുട്ടിയെ മേലെ കൊണ്ടുവരാൻ പറ്റുക. ഒരു ചൂടനായ കുട്ടിയെ താഴ്ത്താൻ എന്ത് ചെയ്യുക? സ്നേഹം മാത്രമുള്ളൂ. സ്നേഹം എങ്ങനെ? സ്നേഹത്തിന് 4-5 ചാലകങ്ങളുണ്ട്. സ്നേഹത്തിന് ഒരു ചാലകമാണ് സംസാരം, രണ്ടാമത്തെ സ്പർശനം, മൂന്നാമത്തെ സമയം നൽകുക, നാലാമത്തെ സാമീപ്യം നൽകുക, അഞ്ചാമത്തെ സമ്മാനം നൽകുക. നമ്മളൊരു കുട്ടിയോട് നമുക്ക് ദേഷ്യമാണെന്ന് ആ കുട്ടിന്റെ മനസ്സിലുണ്ടെങ്കിൽ വേഗം ഒരു മോതിരം വാങ്ങിക്കൊടുക്കുക, ഒരു വാച്ച് വാങ്ങിക്കൊടുക്കുക, അല്ലെങ്കിൽ ആ കുട്ടിനെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാം? എന്തേലും ഒന്ന് പുറത്തുനിന്ന് വാങ്ങിക്കൊടുക്കുക. അപ്പൊ ആ കുട്ടിക്ക് എന്ത് ചെയ്യും? നമുക്ക് ദേഷ്യമല്ല, ഇഷ്ടമാണെന്ന് എന്ത് ചെയ്യും? മനസ്സിലാവും. നമുക്ക് ഇഷ്ടമാണെന്ന് മനസ്സിലായാൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആരെയും നമ്മൾ എന്ത് ചെയ്യും? അനുസരിക്കും, ഉണ്ടാവും, അനുസരിക്കാതിരിക്കില്ല. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ പോണം. നമ്മൾ ഇപ്പൊ ചെയ്യുന്ന പാരന്റിങ് ഇല്ലേ, അത് മൊത്തം നിർത്തിയേക്കാം 3 ആഴ്ചക്ക്. എന്നിട്ട് എന്ത് ചെയ്യാ? ആദ്യമൊക്കെ ആലോചിച്ച് സൽസ്വഭാവിയായ ഒരു പാരന്റ് ആയിട്ട് മാറും. അതുള്ളു രക്ഷ. അല്ലെങ്കിൽ എന്താ വെച്ചാൽ കുട്ടികളെ ചെയ്യണതിനനുസരിച്ച് നമ്മളെ ഹോർമോൺ ഇങ്ങനെ ആക്ടിവേറ്റ് ആവും. ദേഷ്യം, ആശങ്ക, നിരാശ, ഇതൊക്കെ ആക്ടിവേറ്റ് ആവും. ഇത് ആക്ടിവേറ്റ് ആവുമ്പോൾ അതിനനുസരിച്ചുള്ള റിയാക്ഷൻ നമ്മൾ വിചാരിക്കാതെ ഓട്ടോമാറ്റിക് ആയിട്ട് റിയാക്ഷൻ വരും. കുട്ടികളെ ദേഷ്യപ്പെടാന്നില്ല പ്രശ്നമാണ് നമുക്കുള്ളത് എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിച്ചാലും 3 ആഴ്ച ദേഷ്യപ്പെടൂല എന്ന് തീരുമാനിക്കുക. 3 ആഴ്ച കഴിഞ്ഞിട്ട് പിന്നെ ആ ദേഷ്യപ്പെടേണ്ട കാരണം ഉണ്ടായാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കും. കുട്ടികളോട് ചോദിച്ചറിയാൻ വേണ്ടത്. ആ ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹു എന്നല്ലേ ആ ആയത്തിൽ പറയുന്ന നിബന്ധനകളുണ്ട്. അവരങ്ങനെ തെറ്റ് ചെയ്താൽ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം. വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാത്ത ഒരാളും നമ്മൾ അനുസരിക്കൂല. ഒരാൾ തെറ്റ് ചെയ്താൽ അത് സാരല്ല, പോട്ടെ. ഒരു കുട്ടി കുണ്ടിച്ചാടിയാല് ഞാൻ സാധാരണ പറയല്ലേ, കിണറ്റിലൊരു ആള് വീണു, JCB കൊടുത്തിട്ടാണ് മണ്ണിട്ടു, എന്താ സംഭവിക്കുക? ആരൊക്കെങ്കിലും വല്ല അബദ്ധം പറ്റിയ പിന്നെ ഓനെ കുഴിച്ചു മൂടാ പണി, സംസാരിച്ചാൽ കുഴിച്ചു മൂടും ആ പണി. ആ കുട്ടിക്ക് എന്തെങ്കിലും അബദ്ധം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വാഫു അനുഭവം അത് വിട്ടെന്ന് കുടുങ്ങിണ്ടാകാതിരുന്നാൽ മതി എന്ന് പറയാം. അവന് പൊറുക്കന്നെ തേടാം. എന്താ സംഭവിച്ചത് ആരോട് ചോദിക്കാം? കുട്ടിനോട് ചോദിക്കാം. എന്നിട്ട് അത് മുഴുവൻ കേൾക്കാം. എന്നിട്ട് ചീത്ത പറയാതിരിക്കാം. ഇനി അങ്ങനെ സംഭവിക്കാതിരിക്കാൻ എന്താ വേണ്ടത് ചോദിക്കാം. ഇനി അങ്ങനെ സംഭവിക്കരുത്, അതിനെന്താ വേണ്ടത്? ഞാൻ എന്താ ചെയ്തു തരേണ്ടത്? ഇതെന്താ ചെയ്യേണ്ടേരാ? ഒരു അഫയർ ഉണ്ടായി ഒരു കുട്ടിക്ക് വിചാരിക്കുക. ആ കുട്ടിനോട് ചോദിക്കാൻ എന്താ സംഭവിച്ചത്, എവിടുന്നാ തുടങ്ങിയത്? ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പ് ചെയ്യുന്നു, പിന്നെ അത് അങ്ങനെ വന്നിട്ട് സ്ട്രോങ് ആയി. അപ്പൊ ഫ്രണ്ട്ഷിപ്പ് മേലെ തുടങ്ങിയത് ഫ്രണ്ട്ഷിപ്പ് അവസാനിപ്പിച്ചതാ. ഫ്രണ്ട് ആകുമ്പോ കുറെ ഫ്രണ്ട് ഉണ്ടാകുമ്പോ എപ്പോ വേണമെങ്കിലും എന്ത് ചെയ്യാം? ഫ്രണ്ടിനെ ഒഴിവാക്കാലോ. അയക്കാണ് എത്തേണ്ടത്. ഇപ്പൊ ഉമ്മാട്ടിക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് ഇപ്പൊ സമാധാന ദുഃഖാന്ന് ചോദിക്കാം.
സമാധാനമൊന്നുമില്ല. സമാധാനം ഉണ്ടാണെങ്കിൽ എന്ത് വേണമെന്ന് ചോദിക്കാം. അത് ഒഴിവാക്കേണ്ടിയിരുന്നത് അതെങ്ങനെ ഒഴിവാക്കാന്ന് ചോദിക്കാം. അനക്കെന്താ ഒഴിവാക്കേണ്ടി ഇത് ചെയ്യാൻ പറ്റുക, നീ ഞാൻ അതിൽ സഹായിക്കണമെന്ന് ചോദിക്കാം. ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ കുട്ടികൾ എന്ത് ചെയ്യും? നമ്മൾ പറഞ്ഞു കൊടുത്തു ഐജയ്ക്ക് പൊടിഞ്ഞിട്ട് ഉറപ്പാണ്. ഞാൻ അന്ന് തന്നെ വിചാരിച്ചു എന്റെ കള്ളത്തരം എനിക്ക് പിന്നെ 4 മാസം മുന്നേ എന്റെ കള്ളത്തരം എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ മുണ്ടാതിരിക്കുകയും നിപ്പാനോട് അറിഞ്ഞ എന്തേ കാരണം ഈ കുട്ടിനെ ആകെപ്പോടെ ബേജാറാക്കിയിട്ട് വെപ്രാളപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യും? പ്രശ്നമാണ്. വേഗം നമ്മക്ക് അത് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ എത്തിച്ചിട്ട് എന്ത് ചെയ്യാം, അത് എങ്ങനെ പോകണമെന്ന് എന്ത് ചെയ്യാം ആലോചിക്കുക, ഉപദേശം തേടാന്നിട്ട് മുന്നോട്ട് പോകാം. അപ്പൊ ഞാന് ഈ ദേഷ്യവും വാശിയൊക്കെ ഉണ്ട്, പിന്നെ അതിനൊക്കെ പരിഹാരമുണ്ട്. കുട്ടികളെ ദേഷ്യത്തിന് പരിഹാരമുണ്ട്, വാശിക്ക് പരിഹാരമുണ്ട്. അതേപോലെ കുട്ടികളെ പിന്നെ പഠിക്കാനിരിക്കാനുള്ള ട്രിക്ക് ഉണ്ട്. അതൊക്കെ പറയണമെങ്കിൽ എന്താ വെച്ചാൽ നിങ്ങൾ ചോദ്യം ചോദിക്കണം. നാളെ ഞാൻ പറയാം. അല്ലാതെ ഇതൊക്കെ പാടെ ഇങ്ങനെ പറഞ്ഞോണ്ട് ചോദ്യം ചോദിച്ചാൽ എന്താ അറിയോ, ചോദ്യം ചോദിക്കുമ്പോൾ എല്ലാവരും അതിക്ക് ശ്രദ്ധിക്കും. അപ്പൊ ആ ചോദ്യം എനിക്കും ആവശ്യമാണ് അതിന്റെ ഉത്തരം എന്ന് വിചാരിക്കുമ്പോ നമ്മൾ ഉത്തരം പറയുമ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് വീട്ടിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പൊ ആ കാര്യങ്ങൾ നിങ്ങൾ ഇത് ഒരു വട്ടം കൂടി കേൾക്കണ്ടേ, നമ്മുടെ വീഡിയോ പിടിക്കുന്നുണ്ട്. നിങ്ങൾ ചോദിച്ചു വാങ്ങിയിട്ട് ഒരു വട്ടം കൂടി എന്ത് ചെയ്യാം, സാവധാനം ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കുറെ വിഷയം അവിടെ ഇവിടെ തട്ടിച്ച് ഇങ്ങനെ പറഞ്ഞതാണ്. ഇതിൽ ഏതെങ്കിലും ഒരു 3 പോയിന്റുകൾ ഓർക്കുക, അത് മാത്രം നടപ്പിലാക്കിയാണ്. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ സൽസ്വഭാവികളാകണം എന്നുള്ള നിർബന്ധം. നമ്മൾ ഒരിക്കലും ദുസ്വഭാവത്തിലൂടെ ഒരാളെയും മാറ്റാൻ പറ്റില്ല. ദേഷ്യം ദുസ്വഭാവമാണ്. ദേഷ്യത്തിലൂടെ ആരുടെയും മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. ഈ കാര്യങ്ങൾ ഇതേ രൂപത്തിൽ ആലോചിക്കുക. ഈ ചോദ്യം ചോദിക്കാനുള്ള സമയമാണ്. പിന്നെ നിങ്ങളത് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. എല്ലാ വർഷങ്ങളും മനസ്സിലുള്ള ചോദ്യങ്ങളും സംശയങ്ങളും അവസരമാണ്. ഞങ്ങളെ തൊട്ട അയൽപ്പക്കത്തെ കുറച്ചൊരു മാനസികമുള്ള ഒരു പിന്നെ യുവാവുണ്ടായിരുന്നു. അപ്പൊ അയാളെന്നും ഈ പിന്നെ കട്ടൻ ചോദിക്കും, കട്ടൻ എന്തായാലും. അപ്പൊ എന്നും ചോദിക്കുമ്പോ ഒരു ദിവസം ഉമ്മ എന്ത് ചെയ്തു അറിയാം, ഒരു കുടം നിറച്ച് കട്ടൻ ചായ ഉണ്ടാക്കി നിങ്ങളെ വെച്ചുകൊടുത്തു. ഇത് മുഴുവൻ കയ്യാൽ നീക്കാൻ പറ്റില്ല. പിന്നെ കട്ടൻ ചായ എന്തിട്ടില്ല. നമ്മള് ബേക്കറിയൊക്കെ നമ്മള് കൊണ്ടുവന്ന് ബേക്കറിയൊക്കെ എടുത്തു വെക്കും. പിന്നെ വിരുന്നേര് വരുമ്പോ ബേക്കറി ഒന്നും കാണൂല. ആര് നിന്നിട്ടുണ്ടാവും? കുട്ടികൾ നിന്നിട്ടുണ്ടാവും. എന്നാ ഈ ബേക്കറിയൊക്കെ 1 കിലോ ചിപ്സും 1 കിലോ മിച്ചറും ഒക്കെ നിങ്ങളെ ഡൈനിങ് ടേബിളിൽ നിന്ന് കൊടുത്ത് വെച്ചോളൂ. ഒരു ദിവസം കൊണ്ട് അവർക്ക് തിന്നിട്ട് ആകെ വയറ് കേട് വന്ന് ഛർദിക്കാൻ വന്നിട്ട് പിന്നെ ആ ചിപ്സും ബേക്കറിയും പൂത്തു പോകേണ്ടി. ചിലത് മതിയാകോളം കിട്ടുമ്പോഴാണ് എന്ത് ചെയ്യാ അവസാനിക്കുക. നമ്മളെ ഫോൺ എവിടെയും എടുത്തേക്കോ. എന്നിട്ട് ടീച്ചറെ പിന്നെ ഇങ്ങനെ അടിച്ചടിച്ച് പിന്നെ സൈലന്റ് ആക്കിയിട്ടുണ്ടാവും. ഈ ഭൂന്നറിയുന്നത് എവിടുന്നാ കേൾക്കുന്നു ഇങ്ങനെ സെർച്ച് ചെയ്ത് പോയി എടുക്കും. ഈ കുട്ടികളുടെ മൊബൈൽ എടുത്താൽ പിന്നെ ഓല ഓണർഷിപ്പായി. ഓല് പിന്നെ തെരഞ്ഞെടുത്താൽ ഓൾക്ക് ത്യാഗം ഉണ്ടായി തെരഞ്ഞെടുക്കാൻ. പിന്നെ ഓല് തരില്ല. എന്നാ നമ്മൾ എന്ത് ചെയ്യാ, കൊണ്ടേ കൊടുക്കുക. മൊബൈല് കണ്ടോ, ഇന്നതൊക്കെ കാണാൻ പറ്റും. കണ്ടോ എന്നാണ് വിചാരാടുന്നാലും ഉണ്ടോ മൊബൈല് കണ്ടോ, എന്താ വെച്ചാൽ കാണാത്തു. ഇന്നത്തെ കണ്ടിട്ടില്ലല്ലോ. എന്താ ഇങ്ങനെ ഒഴിഞ്ഞിരിക്കണേ? കഴിഞ്ഞു. നമ്മളിപ്പോ ചെയ്യുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്താൽ നിങ്ങൾ കൊടുക്കുന്നത് എന്ത് ചെയ്യാ, 25 മിനിറ്റ് കൊടുക്കുക. വേണമെങ്കിൽ എന്ത് ചെയ്യാ, അത് 35 മിനിറ്റ് ആക്കി കൊടുക്കുക. 25 മിനിറ്റ് എന്താകാതെ മടിന്റെ കഴിഞ്ഞിട്ടില്ലേ, ഇനിയിപ്പോ 5 മിനിറ്റ് കൂടി ഉണ്ടല്ലോ വീഡിയോ, എന്നാൽ അത് മുഴുവൻ കഴിഞ്ഞിട്ട് തന്നാൽ മതി. അത് കഴിഞ്ഞേക്ക് തന്നാൽ മതി. നിങ്ങൾ എന്ത് ചെയ്യാം, ഇവര് കാണുമ്പോ ഇവരടുത്ത് നമ്മൾ ഉണ്ടാകാം. മനസ്സിലായോ? അതിന് പറ്റിയ സമയത്ത് എന്ത് ചെയ്യാം, കൊടുക്കുക. രണ്ടാമത്തെ എന്താ വെച്ചാല്, ഇപ്പൊ കളിക്കാനുള്ള കുറെ സംവിധാനങ്ങളുണ്ട്. പണ്ട് നമ്മൾ എന്തൊക്കെ കളി കളിച്ചിരുന്നത്, മൊബൈൽ ഇല്ലാത്ത കാലത്ത് ജീവിച്ച ആൾക്കാരൊക്കെ നമ്മള്. അന്നത്തെ കളികള് കുട്ടികളൊക്കെ ഇരുന്ന് കളിക്കണം. നിങ്ങൾക്ക് കളിക്കാൻ ധൈര്യം ഉണ്ടോ? ഉമ്മമാർക്കും കുട്ടികളൊക്കെ ഇരുന്ന് മാനുവലായ കളി കളിക്കാൻ ധൈര്യം ഉണ്ടോ? ഉണ്ടെങ്കിൽ മൊബൈൽ ഒഴിവാകും. കട്ട കളിക്കുക, തായം കളിക്കുക, അതേപോലെ പിന്നെ വെട്ട് കളിക്കുക. മനസ്സിലായോ? ആ ഇരിക്കലിട്ട് കാട്ടി ഇങ്ങനെ കളി എവിടെയും തട്ടാടിക്കുക.
എന്താ പിന്നെ ഒരു 12 ഇർക്കിൽ കിട്ടൂലേ? ചാമണ്ടോ ഉണ്ടെങ്കിൽ പിന്നെ അന്ന് തെങ്ങിൻ്റെ അടുത്ത് പോയാൽ മതി, അതുണ്ടോ? ഇതിനൊക്കെ എന്ത് ചെയ്യണം? ഉമ്മാർക്ക് അതിനൊന്നും ഒഴിവില്ല. ഉമ്മാർക്ക് എന്താ പണി? ആദ്യം മൊബൈൽ നിർത്തണമെങ്കിൽ ആര് നിർത്തണം? എന്റെ കുട്ടികളോട് മൊബൈൽ എടുക്കണ്ട എന്ന് പറയണമെങ്കിൽ അതിന് ആർക്ക് യോഗ്യത വേണം? എനിക്ക് യോഗ്യത വേണം. ഞാൻ ഇവിടെ ആരും ഉത്തരം പറഞ്ഞാലും 2000 രൂപ വരും. റീൽസ് കണ്ടാലും ഉപകാരം എന്താ? 2000 രൂപ. വയലിനടക്കുണ്ടാവും എന്ന് പറയണ്ട, അതിന്റെ അപ്പുറത്ത് ഡാൻസ് ഉണ്ടാവും, ആ ഉപകാരം പറയണ്ട. റീൽസ് കണ്ടാലോ ഉപകാരം. നിങ്ങൾ 164 റീൽസ് ഉണ്ടെന്ന് വിചാരിക്കാം. 87ാമത്തെ റീൽസ് ഏതേന്നു? 102ാമത്തെ റീൽസ് ഏതേന്നു? ഒരു കുന്തം മനസ്സിലാവില്ല. വായിച്ച മാത്രമുള്ള ഇൽമ് കിട്ടുക. കേട്ട ഇൽമ അടുത്തത് കേൾക്കുമ്പോ ആ ഇൽമ് ഡിലീറ്റ് ആയി പോകും. വീഡിയോ ഒക്കെ കുറെ സ്പേസ് വേണ്ട. ഈ കുട്ടി 4 മണിക്ക് വന്നിട്ട് ഫോൺ എടുത്ത് നോക്കും. ഇമ്മ ഒരു 1020 റീൽസ് കണ്ടിട്ടുണ്ടാവും. പിന്നെ കുട്ടി എടുത്തിട്ട് എന്താക്കും? ഉമ്മ 2 മണിക്ക് ആകെ ക്ഷീണിച്ച് കടന്നപ്പോ കണ്ടതേ കാരണം ശരിയാണ്. എന്നാ കുട്ടി കാണുമ്പോഴോ നിങ്ങൾ കണ്ട ഹിസ്റ്ററി ഉണ്ട് തീരെ കാണാലോ. കുട്ടികളെ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഓലെല്ലാം പിടിച്ചു. നിങ്ങൾക്ക് അനങ്ങാൻ പറ്റില്ല. പാരന്റിങ് ശരിക്കും പഠിക്കുന്ന കുട്ടികൾക്കാണ് ഉപകാരപ്പെടുന്നത്. കുട്ടികളെ എത്തി ഞാൻ പാരന്റിങ് പറയലേ ഇല്ല. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ വേണ്ട വെച്ചാൽ പിന്നെ ഞാനത് ചെയ്യാതിരിക്കുന്നത്. ഇവിടെ കുട്ടികളെ കൊടുത്ത് ഇരുത്തിയൊക്കെ കുടുങ്ങി, ശരിക്കും കുടുങ്ങി. അവർക്കിതൊക്കെ മനസ്സിലായി ഉണ്ടായത്. നമ്മള് മൊബൈൽ എത്ര ഉപയോഗിക്കണ വെച്ചാല് അതിനനുസരിച്ച് എന്ത് ചെയ്യുക? കുട്ടികൾക്കും കൊടുക്കുക. അപ്പൊ കുട്ടികളെ മൊബൈൽ വർക്കണമെങ്കിൽ ആദ്യം മൊബൈൽ വർക്കുക. മൊബൈൽ കാണുന്നതൊക്കെ ചെയ്യാം. നമ്മൾ നന്മക്ക ഉപയോഗിച്ചു എന്ന് ഉറപ്പ് വരുത്തണം. നന്മക്ക ഉപയോഗിച്ചു എന്ന് ഉറപ്പ് വരുത്തിയാൽ മതി. അല്ല നമ്മൾ റീൽസ് കാണുന്ന വെച്ചാൽ എന്ത് ചെയ്യും? കുട്ടികളും കാണും. നമ്മൾ ആദ്യം നിർത്തുക, എന്നിട്ട് എന്ത് ചെയ്യാം? അതാണ് അതിന്റെ വഴി. പിന്നെ കൊടുക്കുക. എന്നാ മേടിക്കാൻ അധികാരം ഉണ്ടാവും. കൊടുക്കാത്തിടത്തോളം എന്ത് ചെയ്യാ? മേടിക്കാൻ പറ്റില്ല. ഒരു ചേച്ചി വന്ന് പറഞ്ഞത് അയാൾ എന്റെ പൈസ എടുത്തിട്ടാ കള്ളുടിക്കാൻ പോലെയാണ്. അയാൾക്ക് അധ്വാനിച്ച് കള്ളുടിച്ചാൽ പോലെ ചോദിച്ചു. അതൊരു അധ്വാനാണ്. നിങ്ങളെടുത്ത് പൈസ എടുക്കുന്നത് ഏറ്റവും വലിയ അധ്വാനം. ഒരു ഈസം പോയി പണിയെടുത്താലും അത്ര അധ്വാനം മൂപ്പർക്ക് ഉണ്ടാവില്ല. അവർക്ക് കള്ളുടിക്കുന്ന ആളാണല്ലോ. ഇപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യാ? ദിവസം രാവിലെ എത്തിച്ചിട്ട് ഒരു 250 ഉറുപ്പിക എടുക്കാം, പോയി കള്ളുടിച്ചോളിന്നാണ്. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ചേച്ചി വിളിക്കുന്നുണ്ട്, ഇപ്പൊ 30% ആയിക്കൊണ്ട് കുടിയാണ്. അങ്ങോട്ട് പൈസ കൊടുത്തപ്പോ എന്ത് ചെയ്യുന്നു? മുമ്പ് വേണ്ട, ഞാൻ ഇനി കുടിക്കില്ല. അല്ല പോയി കുടിച്ചോളി. കുടിച്ചിട്ട് വന്ന് തല്ലുകയാണേ. കുടിച്ചിട്ട് വന്ന് തല്ലാണ്. നിങ്ങൾ പോയി കുടിച്ചാൽ എന്നാലും തല്ല ശക്തി ഉണ്ടാകാൻ എന്നാ മതിയാണ്. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോ കള്ളുടി 30% ചിലതൊക്കെ ചെയ്യാതെ എന്ത് ചെയ്യാം? അത് അനുവദിച്ചു കൊടുക്കുമ്പോ അപ്പോഴാണ് ബോധം ഉണ്ടാകുന്നത്. നമ്മൾ ഇങ്ങനെ തടുത്ത് നിർത്തിയാല് ശക്തി കൂടും. ഡാമിൽ പോയിട്ടില്ലേ, വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുമ്പോ ഭയങ്കര ശക്തി ഉണ്ടാവില്ലേ? അതേമാതിരി നമ്മൾ തടുത്ത് നിർത്തുന്നതിനാണ് കൂടുതൽ ശക്തി. ചെയ്യേണ്ടതാണെന്ന ചെയ്യുന്നറിയും, കേൾക്കേണ്ടതാണെന്ന കേൾക്കുന്നറിയും, കാണേണ്ടതാണെന്ന കാണുന്നറിയും. അതാണ് വിഷയം. അപ്പൊ അതിന് പോരണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യണം. അവർക്ക് എന്ത് ചെയ്യാം? സമയ ഷെഡ്യൂൾ കൊടുത്ത് മുന്നോട്ട്. ലേഡീസിന്റെ ഭാഗത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാതെ കൈകൊടുക്കുക, മൈക്ക് നടത്തി കൊടുക്കുക. കുട്ടികളോട് പറയാതെ പഠിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നും കുറെ പ്രാവശ്യം പറയണം. പറയാതെ പഠിക്കാൻ പറയാതിരിക്കുക. പറയാതെ ഇരുന്നാലും അല്ല, പറയാതെ പഠിക്കണ്ടോന്ന് അറിയാം. നമുക്ക് എനിക്ക് പൊറുതി ഉണ്ടാവില്ല പറയാതെ. കുട്ടികളോട് എന്താ വെച്ചാല് അവര് മീറ്റിംഗ് കൂടണം. നമ്മളെ വീട്ടിൽ എന്ത് ചെയ്യാ? നല്ല ഫുഡ് ഉണ്ടാക്കുക. ഒരാഴ്ചയിൽ ഒരിക്കൽ രാത്രി ഫുഡിന്റെ മുന്നേ എന്ത് ചെയ്യാ? ഡൈനിങ് ടേബിളിൽ ഇരുന്ന് മീറ്റിംഗ് കൂടുക. നിനക്കിന്റെ കുഴപ്പമുണ്ട്, നിനക്കിന്റെ കുഴപ്പമുണ്ട് എന്ന് പറയല്ല. ആദ്യത്തെ മീറ്റിംഗിൽ എന്താ പറയേണ്ടത്? മോനുവിന് ഇന്നി ഗുണുണ്ട്, മോൾക്ക് ഇന്നി ഗുണുണ്ട്, ഇന്ന ആൾക്ക് ഇന്നി ഗുണുണ്ട്, ഇങ്ങനെ പറയാം. എന്നിട്ട് ഇപ്പാനെ കുറിച്ച് കുറച്ച് നല്ലത് പറയാം, ഇമ്മാനെ കുറിച്ചിട്ട് ഇപ്പം കുറച്ച് നല്ലത് പറയാം. മനസ്സിലായി? ഇപ്പൊ ഗൾഫിലാണെച്ചാല് വീഡിയോ കോൾ ചെയ്യാം. എന്നിട്ട് ഈ യോഗത്തിന് ഇപ്പാനെ കൂട്ടുക. ഇമ്മാനെ കുറിച്ച് ഇപ്പൊ പറയണം. ഇമ്മാനെ കുറിച്ച് ഉമ്മ പറഞ്ഞിട്ട് ഒരു കാര്യമല്ല, വില ഉണ്ടാവില്ല. ഇപ്പാനെ കുറിച്ച് ഉമ്മ പറയണം. അപ്പൊ എന്ത് ചെയ്യും? പങ്കുണ്ട്.
ഇവിടെ തുടക്കം ഇവിടുന്ന് കൊടുക്കുമ്പോ നമുക്ക് അപ്പൊ ആ യോഗത്തിൽ വെച്ചിട്ട് അറിയാം ഇനി ജൂണ വരുന്നത് തുടങ്ങിയാണ്. ടൈം ടേബിൾ എല്ലാവരും കിട്ടിയ ഉടനെ അത് കൃത്യമായ സ്ഥലത്ത് ഒരു ഒട്ടിച്ചത് ഉമ്മച്ചിക്ക് കാണണം. എന്നിട്ട് ടൈം ടേബിൾ അനുസരിച്ച് വായിക്കണം. ഞാൻ ഇവിടെ പിന്നെ TTCക്ക് പഠിച്ചതാണ്, ഇവിടെ SSM മോല്. അപ്പൊ എനിക്ക് പിന്നെ ഹംസാഖാന്റെ അവിടെ നിന്ന് പഠിച്ചണം TT. അപ്പൊ ഞാൻ അവിടെ ട്യൂഷന് പോയ സമയത്ത് അവിടെ ചെന്നപ്പോ എന്നോട് അത് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, എന്താ ചെയ്യണം ടൈം ടേബിൾ അനുസരിച്ച് കുട്ടികൾ പഠിക്കുന്നുണ്ടോ നോക്കിയാൽ മതിയാണ്. 2 വർഷം അത് നോക്കണേന് 4 നേരം ഭക്ഷണം അവിടെ എത്തി. അള്ളാഹു തആല പിന്നെ ഹംസാഖാന്റെയും ഭാര്യന്റെ ഖബർ വിശാലമാക്കി കൊണ്ടുപോകാനായിട്ട് അത് മാത്രമേ പണി. ഒരു ടൈം ടേബിൾ അനുസരിച്ച് വായിക്കാം, ഒരു ക്ലാസ് കൊടുത്തു കൊടുക്കേണ്ടതാണ്. നിങ്ങൾ അത് ചെയ്താൽ മതി. അടുത്തിരിക്കുക കുട്ടികൾ ആ സമയം ഒഴിഞ്ഞിരുന്നിട്ട് എന്ത് ചെയ്യുക, ടൈം ടേബിൾ അനുസരിച്ച് വായിക്കണം. ഇനി കെമിസ്ട്രി എടുക്കുക, ഇനി മാനെ ഇത് മാത്സ് എടുത്ത് നോക്കിക്കണം, ഇത് പരിസര പഠനം എടുത്തതാണ്, ഇനിയിപ്പോ അടുത്ത വിഷയം അതല്ലേ, ഇത് മാത്രം ചെയ്താൽ മതി. ഈ പുസ്തകം എടുക്കാത്ത കുട്ടികൾക്ക് പുസ്തകം എടുക്കാനേക്കാരം മടി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, പുസ്തകം ടൈം ടേബിൾ അനുസരിച്ച് കൃത്യമാക്കി എടുത്തു കൊടുക്കുക. ആ പറയുന്ന പണിയും വടി എടുക്കുന്ന പണിയും പിന്നാലെ നടക്കുന്ന പണിയൊന്നുമില്ല. ആ ബാഗ് തുറന്ന പുസ്തകം പുറത്തേക്ക് ഇടാൻ ഉണ്ടോ? ഇല്ലല്ലോ. അത് ഉമ്മൻ ചെയ്താൽ മതി. പുസ്തകം എടുത്തങ്ങാണ്ട് പുറത്തേക്ക് ഇട്ട് കൊടുത്താൽ മതി. അന്ന് അടുക്കി വെച്ചിട്ട് ഇതിൽ നിന്ന് ഇങ്ങനെ പുസ്തകം എടുക്കുക, ഇപ്പുറത്തേക്ക് വെക്കുക, ഇതിൽ നിന്ന് ഇങ്ങനെ പുസ്തകം എടുക്കുക, അപ്പുറത്തേക്ക് വെക്കുക. ഇങ്ങനെ വായിച്ചാൽ മതി. എടുത്തൊക്കെ വായിച്ചാൽ അത്രേ ഉള്ളൂ. മനസ്സിലായി? ഇത് യോഗത്തിൽ തീരുമാനിക്കണം. ചൂറൊക്കെ ഒരു ബർക്കത്തുണ്ട്. നമ്മൾ അവിടെ ഇവിടെ നിന്ന് ഉപദേശിക്കുമ്പോഴാ പ്രശ്നം. നമ്മൾ അവിടെ ഇവിടെ നിന്ന് ഉപദേശിക്കുമ്പോ 7 ദിവസം ഉപദേശിക്കണ്ടേ? എന്നൊരു യോഗം കൂടി ഉപദേശിക്കാച്ച ഒരൊറ്റ ഉപദേശം ഒരു ദിവസം മതി. ബാക്കി ദിവസമൊക്കെ എന്ത് ചെയ്യാം, ഒരു ചെയ്യണയിൽ ലൈക്ക് അടിച്ച് ഇങ്ങനെ പോകാം. അപ്പൊ ആദ്യത്തെ യോഗത്തിലുള്ളത് 3 ദിവസത്തോളം നടക്കുക. 4ാമത്തെ ദിവസം നടക്കുന്ന യോഗം നടത്തിയിട്ട് എന്ത് കഴിഞ്ഞില്ലേ അത് പറയണ്ട. ആ ഒരാഴ്ച നമ്മൾ ക്ഷമിച്ച് നിൽക്കുക. ഒരാഴ്ച കഴിഞ്ഞിട്ട് കുഞ്ഞോട് ഈ 3 ദിവസം ടൈം ടേബിൾ അനുസരിച്ച് വായിച്ചിരിക്കണം. അത് നല്ല പരിപാടിയാണ്. ആ വായിച്ചപ്പോൾക്ക് നല്ല ഉഷാറായിരുന്നോള്. ഇപ്പൊ 4 ദിവസമായിട്ട് വായിച്ചിട്ടില്ല. ഇനി അടുത്തിലോള് 4 ദിവസം 5 ദിവസമൊക്കെ അങ്ങനെ വായിച്ചോളൂ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ അതുവരെ വായിച്ച് ക്ഷമിച്ചു കൊടുത്തില്ലേ. ക്ഷമിച്ചു കൊടുത്താൽ നമ്മളോട് ബന്ധം കൂടാൻ പറയാ ചെയ്യാം, കൂടല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, അങ്ങനെ അങ്ങനെ മുട്ടിക്കുക. നമുക്ക് എന്താ വെച്ചാൽ എന്ത് പറഞ്ഞാലും 100% ആവണം. അപ്പോൾ 100% ഒരുവൻ മാത്രമേ ആര്, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത്. ബാക്കിയുള്ളവർക്ക് 87, 85, 79 ആണ്. നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ 69 കുട്ടികളെ 87 അങ്ങനെ വിചാരിക്കുക. എക്സാം റിസൾട്ട് വരാനായിട്ടുണ്ട്. കുട്ടികൾ ആശങ്കയിലാണ്. രക്ഷിതാവ് എന്ന നിലയിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത്? ഉമ്മൊരു പാത്രമാണ്, കുട്ടിയൊരു പാത്രമാണ്. രണ്ടിനൊരു പൈപ്പ് ലിങ്ക്ഡാണ്. മനസ്സിലായോ? അപ്പൊ ഇത് ചോപ്പായ ഇത് ചോപ്പാവും, ഇത് പച്ചയ ഇത് പച്ചയാവും. അപ്പൊ ഇമ്മാന്റെ ആശങ്ക തീർത്താൽ മതി, കുട്ടിക്ക് ആശങ്ക ഉണ്ടാവും. മനസ്സിലായോ? ഇമ്മാന്റെ ആശങ്കയാണ് ഇതിൽ വില്ലൻ. ഇമ്മ ആശങ്കപ്പെടുന്നതിന്റെ 50% ആശങ്കകൾ കുട്ടിക്ക് ഉണ്ടാകും. മനസ്സിലായോ? ലൗകിലുള്ളത് വരുന്ന ചിന്തിച്ചാലാണ് ഭാവിയിലുള്ള എല്ലാ ടെൻഷനും പോകും. ഒരു പ്രശ്നമല്ല. മരുമകൾ അമ്മായിമ്മ ബന്ധം വഷളാകാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത്? അമ്മായിമ്മ അങ്ങനെയാണെന്ന് മരോട് വിചാരിക്കാം, മരോട് അങ്ങനെയാണെന്ന് അമ്മായിമ്മ വിചാരിക്കാം. മാറ്റാൻ പറ്റുന്ന സാധനമല്ല. ചൂടാറിയിരിക്കും, ഇനി അടിച്ചിട്ട് കാര്യമല്ല. നന്നാക്കാതിരിക്ക. മരോളെ നന്നാക്കാതിരുന്നാല് അമ്മായിമാക്ക് നല്ലത്. അമ്മായിമാനെ പരലോകം രക്ഷപ്പെടും. മരോളെ നന്നാക്കുന്നോടത്തിന്റെ അനുസരിച്ച് എന്ത് ചെയ്യും, അമ്മായിമാരുടെ നിസ്കാരമൊക്കെ അങ്ങനെ. പരമ്പരാഗത ഒരു സ്ത്രീ വിളിച്ചിരുന്നു, അമ്മായിമ്മയും ഭർത്താവും ഭയങ്കര നന്നാക്കൽ തന്നെയാണ്. നന്നാക്കിക്കോട്ടെ മോളെ, ഒരു തഹജ്ജുദ് കേൾക്കണ്ടേ, ആ നിസ്കാരം അണക്കാണ്, വേറുസ്കാരം അണക്കാണ്. ഒരു രണ്ടാളും പാപ്പരായി ഇങ്ങനെ വരുന്നത് അണക്കിങ്ങനെ കാണാം. അതിലും വലിയ സന്തോഷം വേറെ അനക്ക് അതൊക്കെ കിട്ടിയിട്ട് ഭയങ്കര സമ്പന്നയായിട്ട് നാളെ പരലോകത്തുണ്ടാവും. അന്ന് എനിക്കൊന്നും വേണ്ട, ഞാൻ സഹിച്ചോളാം. കഴിഞ്ഞില്ലേ? അമ്മായിമാരെ സഹിക്കുന്നതിന് നല്ല കൂലിയുണ്ടാവും, ചില്ലറ കൂലിയുണ്ടാവും. അമ്മായിമാർക്കില്ല നിസ്കാരം ഒക്കെ പോകും ചെയ്യും. ചോദിച്ച അമ്മായി മരോട് പണുണ്ടെങ്കിൽ പണിയാണ് കിട്ടും. അമ്മായിമാർക്ക് നല്ല പണി കിട്ടും. ആരാണ് അമ്മായി വെച്ചമാതിരി തന്നെ മീൻകറി മരോട് വെക്കണം.
അപ്പോൾ എങ്ങനെ നടക്കണേ? അമ്മായിമ്മ അടിച്ചോരിയ സമയത്ത് തന്നെ, പണ്ട് അടിച്ചോരിയ സമയത്ത് തന്നെ മരുവോട് അടിച്ചു തരണം. അതാ പ്രശ്നം. അമ്മായിമ്മൻ വിചാരിച്ചിട്ടുണ്ടാവും കുടിയത്തെ പണി ഇങ്ങനെയാണ്. അതേമാതിരി ചെയ്തിട്ടുള്ള ഈ മരുവോടെ എന്ത് ചെയ്യാം? ദേഷ്യം. ആ മരുവോട് എന്ത് ചെയ്യും? ഞാൻ എനിക്ക് തോന്നിയ മരുവോട് എടുക്കുക, എനിക്കൊരു ഷെഡ്യൂൾ ഉണ്ട് എന്നാണ്. അതാണ് പ്രശ്നം. ഒരു 50% അമ്മായിമാരത്തേക്ക് മരുവോട് ഇങ്ങോട്ട് വരിക, ഒരു 50% അമ്മായിമ്മ മരുവോളത്തേക്കും പോകുക. അതോടുകൂടി എന്ത് ചെയ്യും? പ്രശ്നം ചെയ്യും. പ്രശ്നം ആരാ കൂടുതൽ ഉണ്ടാക്കണ വെച്ചാല് ഓരോ നിസ്കാരം നോമ്പൊക്കാർക്ക് കിട്ടും. ഇനി ഒരിടത്ത് അതൊന്നും ഇല്ലെങ്കിലും കഴിച്ചതായി ഇവിടെ തിന്മക്കാർക്ക് പോയിക്കോളും. മരുവോളെ തിന്മക്ക അമ്മായിമാർക്ക് പോയിക്കോളും, അമ്മായിമാരുടെ തിന്മക്ക മരുവക്ക്. ആരാ ഉപദ്രവിക്കുന്നത് കൂടുതൽ ചോദിച്ചാൽ എന്ത് ചെയ്യും? പിന്നെ എന്താ വെച്ചാൽ ഈ മരുമക്കളോട് നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഒരു JCB വർക്ക് ചെയ്യുന്നുണ്ട് നമ്മളെ തൊടുവിൽ വിചാരിക്കുക, അന്ന് ദിവസം അത് കേട്ട് പോണ്ടേരുന്നത്. അതേമാതിരി അമ്മായിമ്മ പറയുമ്പോ ആ ഒരു JCBന്റെ അല്ലെ മിക്സിന്റെ സൗണ്ട് ആയിട്ട് എന്ത് ചെയ്യാം? വിചാരിക്കുക. അതിലെന്തേലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അപ്പെടുക്കുക. പിന്നെ ചാള തിന്നണ മാതിരി മുള്ളു നമ്മൾ ഒഴിവാക്കൂലേ? അമ്മായിമാന്റെ വർത്തമാനത്തിനും മരുവോന്റെ വർത്തമാനത്തിനും മുള്ളു കുത്തുന്ന സാധനമൊക്കെ എന്ത് ചെയ്യാം? ഒഴിവാക്കുക. അതിന്റെ കയമ്പൊക്കെ എടുക്കുക. അമ്മായിമ്മ പറഞ്ഞ ഒരു കാര്യം ഉണ്ടാവും, അത് ചെയ്യാം. ആ പറഞ്ഞ സാധനം അവർക്ക് തട്ടാതിരിക്കുക, ഇതിന്റെ ഉള്ളിൽ തട്ടാതിരിക്കുക. അത് തട്ടിയ നഷ്ടം ഞമ്മക്ക് തന്നെ. അമ്മായിമ്മ ഒരു കാര്യം പറയുമ്പോൾ മരുവോള് വിഷമിച്ച മരുവോളെ ശരീരത്തിനും മനസ്സിനും അത് ബാധിക്കും. എന്തിനാ വർധന? നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് അതിന് മനസ്സിലാവും. അതെന്ത് ചെയ്യാം? ചെയ്യാം. ചിലവരെ പ്രകൃതം അങ്ങനെ കാരണം ആ പ്രകൃതത്തിക്ക് നമ്മൾ എത്തിയത്. ഇതിനെ സഹിച്ചാലൊരു വിധി കൂടി എനിക്കുണ്ട് എന്ത് ചെയ്യാം? നമ്മൾ ചിന്തിക്കുക. അതിന് എനിക്കൊരു കൂലി പഠിച്ചോ തരും ചെയ്യുന്ന എന്ത് ചെയ്യാം? നിയത്തൊക്കെ ചെയ്യാം. അത്തരമുള്ള മക്കൾ ഹോസ്റ്റലിലാണ് പഠിക്കുന്നത്, 2 മാസത്തിലൊരിക്കലായിട്ടാണ് കാണുന്നത്. അത്തരം കുട്ടികളെ ട്രീറ്റ് ചെയ്യുമ്പോൾ എന്താണ് ശ്രദ്ധിക്കുന്നത്? അതിപ്പോ എന്താ പറയുക, കുട്ടികൾ വരുമ്പോഴേ ഒന്നുമില്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്തെ അല്ലെങ്കിൽ കളരിക്ക് പുറത്ത് ഉണ്ടാകാൻ. കുട്ടികൾ വരുമ്പോ എന്ത് ചെയ്യും? ഒന്നുമില്ലെങ്കിൽ ഹോസ്റ്റലത്തെ ചിട്ട ചോദിച്ചറിഞ്ഞാൽ എന്ത് ചെയ്യും? അതേപോലെ ചെയ്യണം ഇവിടെ എന്നിട്ട് വാശി കൊടുക്കും. അല്ലെങ്കിൽ എന്താ വെച്ചാല് പിന്നെ വന്നേക്ക് മൊബൈൽ എടുത്തൊന്നൊരു പോകുമ്പോ വെച്ചാൽ മതി എന്നാണ്. നമുക്ക് അവിടുന്ന് കിട്ടല്ലോ. രണ്ടും പ്രശ്നം. അപ്പൊ വരുമ്പോ തന്നെ എന്ത് ചെയ്യാം? നമ്മക്ക് കിട്ടുന്നത് കുറച്ച് സമയമാണെങ്കിലും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെ അവിടെ കൊണ്ടാക്കി, മക്കത്ത് ഉണ്ടാക്കില്ല. പിന്നെ എന്നെ കണ്ടത് കാബ ഉണ്ടാക്കുമ്പോ. പിന്നെ എന്താ വന്നത്? പിന്നെ വന്നപ്പോ പെണ്ണെട്ടിക്ക. അപ്പൊ വന്നപ്പോ ആരില്ല? ഇസ്മായിൽ നബി ഇല്ല. ഇപ്പൊ എന്താ മളെ വർത്താനം ചോദിച്ചു. അപ്പോൾ നെഗറ്റീവ് പറഞ്ഞു ഉമ്മരപ്പടി മാറ്റണം എന്നാണ്. അങ്ങനെ പോയി. പിന്നെ പെണ്ണുങ്ങളെ മാറ്റി. അടുത്തത് വന്നപ്പോ എന്ത് ചെയ്തു? നല്ല പെണ്ണിനെ കിട്ടി. അത് നല്ല സ്വീകരിക്കുകയും ചെയ്തു ഇബ്രാഹിം അലൈഹി ഇസ്ലാം. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഒന്നുമില്ലെങ്കിൽ എന്ത് ചെയ്യാം? ദിവസവും കാണാൻ വേണ്ടി വീട്ടിൽ നിർത്താം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഹോസ്റ്റലിൽ പറഞ്ഞയച്ച ആ 3 ദിവസം വരുന്നത് എന്ത് ചെയ്യാം? ഷെഡ്യൂൾ തെറ്റിക്കാനും പറ്റൂല, എന്നാൽ നമ്മൾ വെറുപ്പിക്കാനും പറ്റൂല, എന്നാൽ അയച്ചു കൊടുക്കാനും പറ്റൂല. വസത്തീയത്താണ് ഏത് കാര്യത്തിനും മധ്യമ നിലപാട്. ഒലിവ് പാടില്ല, അതേപോലെ അയഞ്ഞു പോകാനും പാടില്ല. അതിന്റെ ഇടയിലുള്ള നിലപാട് എന്ത് ചെയ്യാം? സ്വീകരിക്കുക. അവൻ അവിടെ നല്ല ഫുഡ് ഇട്ടുണ്ടാവും. അപ്പൊ നമ്മൾ നല്ല ഫുഡൊന്നും ഉണ്ടാക്കിങ്ങാണ്ട് ഇവിടുന്ന് കൂടി വയറ് കയറിയെത്തേണ്ട ആവശ്യമില്ല. എന്നാൽ അവന് വേണ്ടത് ഏതാണെന്ന് ചോദിച്ചിട്ട് അതെന്ത് ചെയ്യാം? കുറച്ചുണ്ടാക്കി കൊടുക്കാം. രണ്ടിന്റെ അടിയിൽ നിൽക്കാം. എന്റെ കുട്ടിനെ ഈ ഇടക്കുള്ളവർ കാണുന്നത് ഒക്കെ ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കള് വലിയ കാര്യം ചെയ്യണം. മഹാത്യാഗമാണ്. നമ്മുടെ ചോരയിലുണ്ടായ കുട്ടിയെ നമ്മളെ കാണാതിരിക്കണം. അതിന് നല്ല നീയത്ത് വെക്കാം. അതിന് ഭയങ്കര പ്രതിഫലം ഉണ്ടാവും. അതാണ് അതിലുള്ളത്. പിന്നെ വരുന്ന ആ സമയത്ത് നമുക്ക് എന്നും അവന് ഇവിടെ നിൽക്കുമ്പോ നമുക്ക് അവനോട് അത്രയ്ക്ക് ഇഷ്ടം ഉണ്ടാവില്ല. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോ ഇഷ്ടം ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ഇഷ്ടം നിലനിൽക്കുന്നുണ്ടല്ലോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുമ്പോ അതിൽ അൽഹംദുലില്ലാഹ് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? മുന്നോട്ട് പോകുക. വസതിയത്തിൽ നിൽക്കുക എന്നുള്ളത് മാത്രമാണ് മറുപടി. ഇനി രക്ഷിതാക്കളുടെ എന്തെങ്കിലും ചോദ്യം അല്ലെങ്കിൽ ഒന്നെങ്കിൽ കൈ എഴുതി തരാം, അതല്ലെങ്കിൽ കൈ നോക്കി ചോദിക്കാവുന്നതാണ്. മോഹൻക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ബൈക്ക് കൊടുത്തരാം. സൈക്കോളജി പഠിക്കുന്ന എടുത്ത മകനാണ്.
സംഘടന എന്താണ് എന്നുള്ള ചോദ്യം മൂന്നാം പറയുന്ന അവസരങ്ങളിൽ സംഘടനകൾ തന്നിട്ടും ആരെയും സംശയത്തിനും ഇങ്ങനെയാണല്ലോ എന്നുള്ളൊരു അവസ്ഥ ഉണ്ടായി. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് ശരിയായി എന്റെ റിയാക്ട് വളരെ ശക്തമായി. അപ്പൊ അങ്ങനെ എല്ലാവരും തോന്നിയില്ല, അങ്ങനെ പറയാൻ അങ്ങനെ തോന്നിയത് അതിന് അതിന്റെ നിലപാട് സ്വീകരിക്കാൻ തോന്നിയില്ല. അപ്പൊ അങ്ങനെ റിയാക്ട് ചെയ്യാൻ പറ്റുമോ? പാപത്തെ കുറിച്ച് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോ മനസ്സിനെ കുത്തുണ്ടായിരിക്കണെങ്കിൽ അതെന്താണ്? പാപാണ്. അപ്പൊ ആരെങ്കിലും കയറി വന്നാൽ നമുക്ക് മോശത്തരം തോന്നുന്നുണ്ടെങ്കിൽ അതും എന്താണ്? പാപാണ്. അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് ആലോചിക്കുമ്പോ ഉണ്ടെങ്കിൽ പാപമാണ്. ആ പാപമാണെങ്കിൽ എന്ത് ചെയ്യണം? പതുക്കെ ഓനോട് എന്ത് ചെയ്യണം? നമ്മൾ പറയണം, അന്ന് സംഭവിച്ചത് കുറച്ചേറിയിട്ടുണ്ട്. പിന്നെ അത് പറഞ്ഞ് ക്ലിയർ ആക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നമ്മൾ എന്ത് ചെയ്യണ്ട, ആ വിഷമം മനസ്സിൽ വെക്കണ്ട. ഓൻ പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? അള്ളാഹും പുറത്തു തരും. നമ്മൾ ഖേദം മാത്രം ഉണ്ടായാൽ മതി. അത് അള്ളാഹിനോട് റബ്ബിനോട് ചോദിക്കും ചെയ്താൽ എന്ത് ചെയ്യും? അത് കഴിഞ്ഞിട്ട് ഇപ്പൊ റമദാൻ കഴിഞ്ഞോ? അത് കഴിഞ്ഞിട്ട് റമദാൻ കഴിഞ്ഞോ? എന്നാ പിന്നെ നിങ്ങൾ അതിനെ കുറിച്ച് ബേജാറാകണ്ട. റമദാനിലുള്ള പാപങ്ങളൊക്കെ പൊറുക്കൂലേ? നിങ്ങൾ ചോദിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പൊ വിഷയമല്ല. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യും? നമ്മൾ പറഞ്ഞത് ശരിയായിരുന്നു എന്ന് ഒരു കാലത്തൊരു മനസ്സിലാവും. നമ്മളെ പ്രാർത്ഥന കൂടി ഉണ്ടല്ലോ. ഓക്കെ അൽഹംദുലില്ലാഹ്. അവരാരെ കയ്യിൽ കൊടുക്കും, അവരങ്ങനെ നടന്നു കൊടുത്തു. അതൊന്ന് പാസ് ചെയ്താണ്. ഇരുന്ന് ചോദിച്ചാൽ മതി, നിന്ന് ചോദിക്കാനേക്കാരം മതി. ആളെ കാണുമൊന്നും വേണം, ശബ്ദം കേട്ടാൽ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും വിരുദ്ധാഭിപ്രായം ഉണ്ടെങ്കിൽ അതും പറയാം. എനിക്ക് അതൊന്നുകൂടി വിശദീകരിക്കാമല്ലോ, ക്ലിയർ ആക്കി പോകണം വിചാരിച്ചു. ഇപ്പൊ മൈക്ക കയ്യില്ലാതെ ചോദിക്കണമെങ്കിൽ അവിടെ നിന്ന് കൊടുത്തോ. ആരെങ്കിലും കൈ നീട്ടിയാ മതി. എഴുതിയത് തന്നെയുണ്ടോ? ഇതല്ലോ. എല്ലാ വീടുകളിലുള്ള കുട്ടികൾ ഭയങ്കര സെന്റർ അപ്പൊ അതിനായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഖ്റഊ സൂറത്തുൽ ബഖറ യൻഫിറു ശൈത്താൻ. സൂറത്തുൽ ബഖറ ഓതിയാൽ എന്ത് ചെയ്യും? വീട്ടിൽ പിശാച് ഉണ്ടാവില്ല. സിബ്ലിങ്സ് തമ്മിൽ കച്ചറ ഉണ്ടാവുമ്പോ നമ്മൾ പരീക്ഷിച്ച് നോക്കിയതാണ്. വീട്ടിൽ എന്ത് ചെയ്യാം? 3 ദിവസം കൂടുമ്പോൾ സൂറത്തുൽ ബഖറ ഓതുക. സിബ്ലിങ്സ് തമ്മിലുള്ള കച്ചറ ഉണ്ടാവില്ല. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള കച്ചറ എന്ത് ചെയ്യും? അവസാനിക്കും. പിന്നെ അവിടെ പിശാച് ഇല്ലെങ്കിൽ എന്ത് ചെയ്യില്ല? കച്ചറ ഉണ്ടാവില്ല. നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളിൽ പിരിക്കാൻ പോകരുത്. സിബ്ലിങ്സ് തല്ലിവിടുമ്പോ പിരിക്കാൻ പോകരുത്. ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവരെ റിലാക്സ് ചെയ്ത് വിളിക്കുക. ആർക്കാണ് കൂടുതൽ കിട്ടിയത്, ആർക്കാ വേദനിച്ചത്, ആർക്കാ അവിടെ തട്ടിയത്, ഇത് കഴിക്കുക. അത് കഴിച്ചാൽ മതി. പിരിക്കാൻ പോയാൽ എന്താ വെച്ചാൽ രണ്ടാളും വ്യാഖ്യാനിക്കും. ഉമ്മ ഓന്റെ കൂടെയാണ്, ഉമ്മ ഓന്റെ കൂടെയാണെന്ന്. അപ്പൊ നമ്മള് അനീതി കാണിച്ചതായിട്ട് എന്ത് ചെയ്യും? വ്യാഖ്യാനിക്കപ്പെടും. ഓരോ തല്ല് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പരിക്ക് വെച്ചാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ അല്ലേ നമ്മൾ ചെല്ലുന്ന രീതിക്കാർ തല്ല് തുടങ്ങിയിട്ടുണ്ടാകി. രണ്ടാളെടുത്തും പ്രശ്നമുണ്ട്. തല്ല് കിട്ടിയവരടുത്തും പ്രശ്നമുണ്ട്, തച്ചവരടുത്തും പ്രശ്നമുണ്ട്. തല്ല് കിട്ടേണ്ട പണി ചെയ്താൽ മറ്റും തല്ലാനും പറ്റൂല, തല്ല് കിട്ടേണ്ട പണി ഇവൻ ചെയ്യാനും പറ്റൂല.
ഞാൻ മദ്രസിലൊക്കെ എന്താ വെച്ചാല് മദ്രസ ചെന്ന ഉടനെ അസംബ്ലി കൂടിയിട്ട് പറഞ്ഞു തച്ചോനും കൊണ്ടോനും അടിയിട്ടുന്നാണ് ING ചടി എന്താ ചോദിക്കൂല. 4 ദിവസം 4 കുട്ടികളെ പിടിച്ചു. ഇപ്പൊ 8 വർഷമായിട്ട് ഞങ്ങളെ മദ്രസയിൽ തല്ലില്ല. വേറെന്തെങ്കിലും ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം പറയണേ. പെൺകുട്ടികളെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അവർ വിരുന്ന് പറഞ്ഞയക്കരുത്. പറഞ്ഞയക്കാൻ നമ്മളെടുത്ത് കിടക്കണം. ഉമ്മമാരെ കരുതിയും കൂടിയും പറഞ്ഞയക്കാൻ പറ്റില്ല. ഇമ്മാരടുത്ത് പെൺകുട്ടികളെ കെട്ടിക്കണത് വരെ ഒരു മൈക്രോ സെക്കൻഡ് വിടാൻ നമ്മളടുത്ത് നിൽക്കണം. ഏതെങ്കിലും ഒരു കുട്ടിക്ക് പിന്നെ LKG ഉണ്ടായ ഒരു അനുഭവം. ഇപ്പൊ ആ കുട്ടി കല്യാണം കഴിക്കാൻ തയ്യാറാവണില്ല. ഒരു +2 എത്തിയപ്പോഴാണ് എന്താ നടന്നതെന്ന് മനസ്സിലായത്. കാര്യം മനസ്സിലായ ഞങ്ങൾക്ക്? ദയവ് ചെയ്ത് പെൺകുട്ടികൾ എന്ത് ചെയ്യരുത്, ഒരാളെ കൂടിയും വിടരുത്. ഇപ്പാനും ഇമ്മാനും മാത്രം വിശ്വസിച്ചാൽ മതി. പിന്നെ കല്യാണം കഴിക്കൽ ഹറാമാക്കപ്പെട്ട ആൾക്കാരെയും വേണമെങ്കിൽ വിശ്വസിക്കാം. അത് ഒരു ഓപ്ഷനാണ്. അത്രേ ഉള്ളൂ. അതിന്റെ അപ്പുറം എന്ത് ചെയ്യാൻ പറ്റില്ല, വിശ്വസിക്കാൻ പാടില്ല. നമ്മളെ കുട്ടികളെ അവിടെ പോയി നിൽക്കുക, ഇവിടെ പോയി നിൽക്കുക, കസിൻസിന്റെ അടുത്ത് നിൽക്കുക, ആരടുത്തും നിന്നോട്ടെ. കസിൻസിന്റെ അടുത്ത് പോയി നിൽക്കണമെങ്കിൽ എല്ലാ കസിൻസിന്റെ ഇമ്മാരെന്ത് ചെയ്യണം, ഓലടുത്ത് പോയി കിടക്കാൻ പറ്റുമെങ്കിൽ വിട്ടാൽ മതി, അല്ലെങ്കിൽ വിടണ്ട. അത്രക്കും വലിയ പ്രശ്നമാണ്. ഒരു പെൺകുട്ടിന്റെ മേത്ത് ആവശ്യമില്ലാതെ തൊടണമെങ്കിൽ ആ ഭാഗത്ത് എല്ലാ കാലത്തും സൈക്കോളജിക്കലി ആ ഭാഗം ആലോചിക്കുമ്പോൾ പ്രോബ്ലം ഉണ്ടാവും. അത് കയ്യുമ്മ അണിച്ച് കയ്യുമ്മ അടക്കം ആ തൊട്ടോടത്ത് എന്ത് ചെയ്യും, ഒരു ജാതി ഉണ്ടാവും എല്ലാ കാലത്തും. ഒന്ന് നല്ല ശ്രദ്ധിക്കുക. വളരെ ഗൗരവത്തോടു കൂടിയാ പറയണം. അത് നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ട് കുട്ടിക്ക് ഒരു ദുരന്തം വന്നാൽ പരലോകത്തെ നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഇതുണ്ടായ നിങ്ങൾ ഇതൊരു അമാനത്തായിട്ട് നിങ്ങൾ സ്വീകരിക്കണം. ഒരു കുട്ടീനെയും വിട്ടുകൊടുക്കരുത്. നമ്മൾ ഉമ്മ ഉണ്ടെങ്കിൽ മാത്രം ഒരു രാത്രി പോലും കുട്ടിന്റെ കല്യാണം കഴിയുന്നത് വരെ നമ്മളടുത്തുനിന്ന് വിട്ടു നിൽക്കുന്ന ഒരു അവസ്ഥ എന്ത് ചെയ്യാൻ പറ്റില്ല, ഉണ്ടാവാൻ പാടില്ല. അത്രക്കും സൂക്ഷിക്കണം. എപ്പോഴും പൊട്ടിപ്പോകാൻ സാധ്യതയല്ല ഒരു വസ്തുവായിട്ട് എന്ത് ചെയ്യണം, വിചാരിക്കണം. ജസാക്കുമുല്ലാഹു ഖൈറൻ. അല്ലാഹുവിന്റെ ഭാരമായ രാവിലെ എഴുന്നേൽപ്പിക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. എടുത്തൊന്ന് കിടക്കുക, കെട്ടിപ്പൊളിക്കുക, 2 ഉമ്മ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, നീക്കുക അല്ലേ നോക്കുക. നീക്കാൻ അപേക്ഷിക്കുക, കൽപ്പിക്കാതിരിക്കുക. മനസ്സിലായോ? അപേക്ഷാരൂപം എന്ത് ചെയ്യുക, സ്വീകരിക്കുക. നീക്കുമ്പോ സന്തോഷകരമായ കാര്യം പറയാം. മനസ്സിലായോ? നീച്ച മദ്രസ്കോ ആണ്ട് നന്നായി എന്തില്ല, അതിഷ്ടമില്ലാത്ത കാര്യമാണ്. ഇന്ന് മദ്രസ ഇല്ല, എന്തായാലും രാവിലെ ഖുർആൻ ഓതണം എന്ന് പറഞ്ഞാലേ നീച്ചാണാലോ. ആ പ്രശ്നം. മനസ്സിലായോ? മറ്റു നല്ല ഇഡ്ഡലി സാമ്പാറും ഉണ്ടാക്കിയിട്ടുണ്ട്, നീച്ചാണല്ലോ. കുട്ടിക്ക് ഇഷ്ടമല്ല ഉണ്ടാക്കിക്കണ വെച്ചാൽ അത് പറയാം. മനസ്സിലായോ? അന്ന് ഇന്നോടത്തേക്ക് പോകണ്ടെങ്കിൽ പറയാം, നമ്മൾ ഇന്നോടത്തേക്ക് പോകണ്ടെന്ന്. സന്തോഷത്തിന്റെ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ മതി, ഉണർത്തിയാൽ മതി. ഉറങ്ങിയിട്ട് നല്ല സുന്ദരി ആയിക്കണല്ലോ അറിയാം. മനസ്സിലായോ? ഇന്നലെ രാത്രി നല്ല ഉറക്കം കിട്ടിയില്ല അറിയാം. എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം. അള്ളാഹു തആല ഈ ഒരുമിച്ച് പോയ സാലിഹായ കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മളെ മാതാപിതാക്കൾക്ക് അള്ളാഹു തആല പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അവരുടെ ജന്നാത്തുൽ ഫിർദൗസിൽ അതിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. കടം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു തആല ഹലാലായ മാർഗത്തിലൂടെ കടം വീട്ടാനുള്ള നല്ല തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു തആല അർഹമായ പ്രതിഫലവും ശിഫാവും ആജിലും പ്രദാനം ചെയ്യുമാറാകട്ടെ. മരിച്ചു പോകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹു ചൊല്ലി മരിച്ചു പോകാൻ നമുക്കും നമ്മുടെ സന്താനങ്ങൾക്കും അള്ളാഹു തആല സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار الحمد لله رب العالمين السلام عليكم ورحمة الله.